അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കളെ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവെ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവെ, അതുപോലെ തന്നെ
ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ട്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ ആ പലരെ അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു ഈശോയെ. കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജൻറ്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു, ജയഘോഷം തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവേ, ജയഘോഷം തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ വത്സരം പുതിയ സാധ്യതകളുമായി നമ്മുടെ മുന്നിൽ ദൈവം സ്ഥാപിച്ച മഹത്വത്തിൻ്റെ വാതിലുകളാണ്. ഓരോ ദിവസവും ഞാനെപ്പോഴും പലപ്പോഴും എൻ്റെ ചിന്ത ഇങ്ങനെ വട്ടമിട്ട് പറക്കണത്, ചില സുവിശേഷ പ്രമേയങ്ങളുടെ കൂടെ ഞാൻ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. അതായത് വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ഈ വചനം മാംസമായാണ് വസിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം, റബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ അതിന് ഈശോയുടെ ക്ഷണം വന്ന് കാണുക. പക്ഷേ രസം എന്ന് പറയുന്നത്, ആദ്യം വചനത്തിൻ്റെ ഇവിടെ വസിച്ചതാരാ? ഇസ് ഇറ്റ് ദ അപ്പോസ്റ്റൽസ്? നെവർ നോട്ട്. അല്ലല്ല, അമ്മയാണ് വചനത്തിൻ്റെ കൂടെ ആദ്യം വസിച്ചത്. അമ്മയാണ് വചനത്തെ ആദ്യം കണ്ടത്. അമ്മയാണ് വചനത്തോട് സംസാരിച്ചത്. കുഞ്ഞും പറയാൻ തൊട്ട് വചനത്തോട് സംസാരിച്ച ആളാണ്. അപ്പം ഈ വചനത്തിൻ്റെ സാധ്യതകളെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. വചനത്തിൻ്റെ മാംസമാകാനുള്ള സാധ്യത ആദ്യം കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തൊട്ട് മനസ്സിലാക്കിയതും അമ്മയെന്ന പരിശുദ്ധ ദേവമാതാവാണ്. ഇന്നലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാളായിരുന്നു. മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്നാദ്യം തിരിച്ചറിഞ്ഞത് എലിസബത്താണെന്ന് നമ്മൾ പറയും. പക്ഷേ ലോകത്തോട് അത് പറഞ്ഞത്, മറിയത്തെ ചൂണ്ടിക്കാണിച്ചത്, യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച സ്നാപയോഹന്നാനാണെങ്കിൽ
മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധാത്മാവ് നേരിട്ടാണ്. സ്നാപകയോഹന്നാൻ്റെ അമ്മയിലൂടെയാണ്. സ്നാപകയോഹന്നാൻ്റെ അമ്മ, സ്നാപകയോഹന്നാനാണ് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് സ്നാപകയോഹന്നാൻ്റെ അമ്മയാണ്. എലിസബത്താണ് പറയണത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത. അത് തന്നെയാണ് സ്നാപകയോഹന്നാനും പറയണത്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യതയില്ല. ചൂണ്ടിക്കാണിച്ച രണ്ടുപേരും തൻ്റെ അയോഗ്യതയാണ് മനസ്സിലാക്കിയത്. ഈ കൂടെ താമസിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുന്നത് വചനത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ അയോഗ്യതയാണ്. എന്നും വചനത്തെ മാംസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വചനത്തിന് മുമ്പിലുള്ള ഈ അയോഗ്യത, കർത്താവേ, അത് റോമൻ പൊണ്ടിഫാണ്. റോമൻ പൊണ്ടിഫല്ലേ, റോമൻ പടയാളിയാണ്, സൈന്യാധിപനാണ് അത് മനസ്സിലാക്കിയത്. ജീസസ്, ഐ ആം നോട്ട് വർത്തി ടു റിസീവ് യു ഇൻ മൈ ഹോം. അങ്ങനെ അനുതാപത്തിൻ്റെയും അയോഗ്യതയുടെയും ഏറ്റുപറച്ചിലിൻ്റെയും ആദ്യ പടി ആണ് നീ അനുതപിക്കുക, വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയണത്. വചനത്തിൽ വിശ്വസിക്കുന്ന മുമ്പ് ഒരു അനുതാപത്തിൻ്റെ സാധ്യതയുണ്ട്. നീ വചനം വായിക്കാൻ നേരത്തും വചനം ജീവിക്കാൻ നേരത്തും ആദ്യം വേണ്ടത് വിശ്വാസത്തെക്കാളുപരി അനുതാപമാണ്. അനുതപിക്കുക, വിശ്വസിക്കുക എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ മുമ്പിലുള്ള അടിസ്ഥാന നടപടി അനുതാപമാണ്. അനുതാപമില്ലാത്ത വിശ്വാസത്തെ, വചനത്തെ കണ്ടെത്താൻ അപര്യാപ്തമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനും എന്താ? അനുതപിക്കുക. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ആൻമരിയ. ഞാൻ പാലാരൂപതയിലെ കയ്യൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. കോവിഡ് ടൈം ആയതിനാൽ ഞാൻ യൂട്യൂബ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കയറി വന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കി ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഇവിടെ സംഭവിക്കുന്നു. ഞാൻ ആ സമയത്ത് UK പോകാനായിട്ട്, ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് പോകുന്നതിനെപ്പറ്റി ഞാൻ പ്രയറായിട്ട് റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ജനുവരി ഇൻടേക്കിൽ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒക്ടോബർ ലാസ്റ്റ് ടൈമായി. ആ സമയത്ത് ഞാൻ PGയുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൂടെയായിരുന്നു. ഞാൻ ഏജൻസികളെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമുക്ക് PG ഹൈഡ് ചെയ്ത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ച് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്കത് സമ്മതമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എൻ്റെ 2 വർഷം പോകും, എനിക്ക് PG വെച്ച് തന്നെ അഡ്മിഷന് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് നോ പറഞ്ഞു. ഞാനങ്ങനെ എനിക്ക് ഓൺലൈനിലൂടെ ഒരു ഏജൻസിനെ കിട്ടി. ഞാൻ അവിടെ എൻ്റെ ആപ്ലിക്കേഷൻ ഫോംസൊക്കെ ഇട്ടു. ഒക്കെ അവരെന്നോട് പറഞ്ഞു നമുക്ക് PG വെച്ച് തന്നെ, അതായത് PG ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസൾട്ടിന് വേണ്ടി അവൈറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇടാമെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട ഒരു കോഴ്സും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം, ലാസ്റ്റ് ടൈമാണ്, നമുക്കെന്നാലും നോക്കാം, പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വിത്തിൻ ഒരു 4 ഡേയ്സിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. MSc ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടിയായിരുന്നു ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത്. ആ കോഴ്സ് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ യൂണിവേഴ്സിറ്റി എന്നോട് 7 lakhs ഫീസ് അടയ്ക്കാനായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഫാമിലി അത് ഫീസ് അടച്ചു. അതിന് ശേഷമാണ് നമുക്ക് UK പുറത്ത് പോകുന്നവർക്കറിയാം, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് കാണിക്കണം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഓർത്ത് നമുക്ക് ലോൺ വെക്കാമെന്ന് ഓർത്തു. പക്ഷേ സമയം വളരെ ചുരുക്കമാണ്. അതിനു മുമ്പ് ലോൺ വെച്ചുള്ള ഒരു ഇത് ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എഡ്യൂക്കേഷൻ ലോൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാസ്സാകുമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്തു.
എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്തപ്പോൾ ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു, ആൻമരിയ 3 months ആയിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഇട്ടവരുണ്ട്, അവരുടെ ഒന്നും ലോൺ പാസ്സായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് ജനുവരി ഇൻടേക്കിൽ പോകേണ്ടതാണ്, ഞാൻ നവംബർ മാസത്തിലാണ്, നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനാണ് ഞാൻ ബാങ്കിൽ ലോണിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അവർ പേപ്പറൊക്കെ, ഞാൻ SBI അല്ലാതെ ഞാൻ വേറൊരു ബാങ്കിനെ പറ്റി ചിന്തിച്ചില്ല, ഞാൻ വേറൊരു ഓപ്ഷനെ പറ്റി ഞാൻ മുമ്പിൽ കാണുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുമായിരുന്നു. അപ്പോൾ ഞാൻ ഏതൊക്കെ ഓഫീസിൽ എന്തൊക്കെ ഇതിന് പോയാലും ഞാൻ ഈ പ്രാർത്ഥന എൻ്റെ ഫോണിൽ ഞാൻ വോളിയം കുറച്ച് വെച്ച് ഈ പ്രാർത്ഥന ഓണാക്കി ഞാൻ എൻ്റെ ബാഗിൽ വെക്കും. അതിപ്പം ബാങ്കിൽ ചെന്നാലും ഞാൻ എവിടെ പോയാലും ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പോൾ മാഡം എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നുള്ള പേപ്പറൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം, നീ ഞാൻ ഇന്നലെ കൃപാസനത്തിൽ പോയിരുന്നു, ഇത് കൃപാസനത്തിലെ കാശ് രൂപം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശ് രൂപം തന്നു. അപ്പം ഞാൻ ആ കാശ് രൂപം 1 സെക്കൻഡ് എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ലോൺ ഒന്ന് പാസ്സാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാഡത്തിനോട് ചോദിച്ചു, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, ഓക്കെ നീ ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. ആ ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാത്രി ഞാൻ ഒത്തിരി കരഞ്ഞോണ്ട് തന്നെ പ്രാർത്ഥിച്ചു, മാതാവേ സമയം ഒട്ടുമില്ല, എനിക്ക് ജനുവരി ഇൻടേക്ക് തന്നെ പോകണം, മാതാവ് എനിക്ക് ഈ ലോൺ പാസ്സാക്കി തന്നേ പറ്റത്തുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ അച്ചാച്ചനും കൂടെ റാസ്മെക്കിൽ പോയി, പാലാ റാസ്മെക്ക് ഓഫീസിൽ പോയി. അവിടെ നമുക്ക് ലോൺ സാങ്ഷൻ ആകുമ്പോൾ മാത്രമേ അവർ നമ്മളെ വിളിക്കത്തുള്ളൂ. എൻ്റെ ലോണിൻ്റെ ഒരു കാര്യങ്ങൾ പോലും പേപ്പർ ജസ്റ്റ് അവിടെ സബ്മിറ്റ് ചെയ്തെന്നല്ലാതെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, വാലുവേഷൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് 5 ദിവസം ആയിട്ടുള്ളൂ, 3 മാസം മുമ്പുള്ള ആപ്ലിക്കേഷൻ വരെ ഇവിടെ കിടക്കും. അപ്പോൾ ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് പോകാൻ ഇനി കറക്റ്റ് 1 മാസമേ ഉള്ളൂ, ഞാൻ ഓൾറെഡി 7 lakhs ഫീസ് അടച്ചു, എനിക്ക് ലോൺ വേണം, എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പം സാർ പറഞ്ഞു, ആൻമരിയ നീ ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ലേ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ, ലോൺ എന്താണെങ്കിലും പാസ്സാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി. കാരണം രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എപ്പോഴും ഭയങ്കര കംപ്ലൈനിങ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് തരാത്തെ, ഈവൺ ഞാനൊരു എക്സാമിന് പോലും എനിക്കൊരു മാർക്ക് പറഞ്ഞാൽ പറയും, മാതാവേ ഞാൻ എന്തേരെ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് നീ എനിക്ക് തന്നില്ല, ഐ ഓൾവേസ് കംപ്ലൈൻ. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റേത്. എന്നിട്ട് ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, എന്നാലും ഒരു സമയത്തേക്ക് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് സെക്കൻഡിലേക്ക് ഞാൻ പെട്ടെന്നൊരു അവിശ്വാസിയെ പോലെ ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ അച്ചാച്ചെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇല്ലടി മാതാവ് നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. ആ ഓൺ ദ സെക്കൻഡിൽ തന്നെ ഞാൻ വീട്ടിൽ ഫോൺ വെച്ചിട്ടാണ് പോയത്. എൻ്റെ ഫോണിലോട്ട് ബാങ്കുകാർ വിളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ എൻ്റെ അച്ചാച്ചൻ്റെ ഫോണിലോട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങളോട് ബാങ്കിൽ തിരിച്ച് കയറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബാങ്കിൽ തിരിച്ച് കയറി ചെന്നു. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, ആൻമരിയ നീ ചൊവ്വാഴ്ച പോരെ, നിൻ്റെ ബാങ്കിലെ ലോൺ ഇവിടെ പാസ്സായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ്. കാരണം 3 മാസം മുമ്പ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരുടെ പോലും 3-6 മാസമൊക്കെ ഉണ്ട്, അവരുടെ പോലും ലോൺ പാസ്സാകാതെ എൻ്റെ ലോണ് വെറും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് SBI ബാങ്കിലാണ്. SBI ബാങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് ഒരു ലോൺ സാങ്ഷൻ ആകുമെന്ന് പറഞ്ഞാൽ ലോൺ വെക്കുന്നവർക്കറിയാം അത് എത്രത്തോളം പാടാണ്. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ലോണ് സാങ്ഷൻ ആയത്. അപ്പോൾ ആ മേഡം എന്നോട് മാതാവിനെ പറ്റി പറഞ്ഞപ്പോൾ, ഓക്കെ ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇതിനു മുമ്പ് എനിക്ക് ആലപ്പുഴയിൽ ഒരു കൃപാസനം ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. കൃപാസന പത്രം എൻ്റെ അമ്മ എനിക്ക് എക്സാമിന് പോകുന്നേരത്തിന് ബാഗിൽ വെച്ച് തന്നിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഏതൊക്കെ എക്സാമിന് ആ പത്രമായിട്ട് എൻ്റെ ബാഗിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, ആ പത്രമായിട്ട് ഞാൻ പോയോ ആ എക്സാമിനൊക്കെ ഞാൻ നല്ല രീതിയിൽ നല്ല മാർക്കോടെ തന്നെ പാസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു, ഞാൻ PG MA ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 3 സപ്ലി ഉണ്ടായിരുന്നു. ആ സപ്ലി എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അതായത് ഒരു സബ്ജക്റ്റിന് എനിക്ക് 27 മാർക്ക് എനിക്ക് ജയിക്കാനായിട്ട് വേണമായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം പഠിക്കുന്ന ഒരു ഇതിൽ പെടുന്നതാണ്. പക്ഷേ എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചെന്ന്. അപ്പോഴേ എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ സപ്ലിമെൻ്ററി എക്സാം എഴുതുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ആരോ എന്നോട് പറയുകയാണ്, മാതാവ് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ആൻമരിയ നീ റീവാലുവേഷൻ കൊടുക്കുക. റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, സപ്ലിമെൻ്ററി എക്സാം എഴുതിയില്ലെങ്കിൽ ഞാനവിടെ ഫെയിൽ ആവുക ചെയ്യുന്നത്. അപ്പോൾ റീവാലുവേഷന് കൊടുക്കുകയാണെങ്കിൽ സപ്ലിമെൻ്ററി എക്സാം എന്ന് പറയുന്നത് റീവാലുവേഷന് മുമ്പാണ്. അപ്പം ഞാൻ മാതാവിൽ വിശ്വസിച്ച് ഞാൻ റീവാലുവേഷന് തന്നെ കൊടുത്തു. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പേപ്പർ എടുപ്പിക്കാനായിട്ട് പോയി. പേപ്പർ എടുപ്പിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ എൻ്റെ ഫോണിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഓണാക്കി വെച്ച് ഞാൻ ആ ഓഫീസിൽ കയറി ഞാൻ എൻ്റെ പേപ്പർ കണ്ടു.
അപ്പോൾ എനിക്ക് കുറച്ച് മാർക്കിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആ സമയത്ത് ആപ്ലിക്കേഷനൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേന് ഞാൻ 27 മാർക്കോടെ, അതായത് ഞാൻ ഫെയിലായ സബ്ജക്റ്റിന് 27 മാർക്കോടെ ഞാൻ 27 മാർക്ക് കൂടുതൽ എനിക്ക് കിട്ടി, ഞാൻ പാസ്സായി. അതെൻ്റെ PG പേപ്പറാണ് നോക്കണം. 3 സബ്ജക്റ്റിനും എൻ്റെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി. അത് ഒരു സാറല്ല, ഒരു ടീച്ചർ ചെക്ക് ചെയ്ത പേപ്പർ പിന്നീട് അത് റീവാലുവേഷൻ ചെയ്തു. അപ്പോൾ അത് മാതാവിൻ്റെ ഒരാളുടെ ഇടപെടൽ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടെ മാതാവ് ആ പേപ്പർ ചെക്ക് ചെയ്ത സാറിനെ അല്ലെ ടീച്ചറിൻ്റെ മനസ്സിൽ എന്നെ പാസ്സാക്കണം, അല്ലെങ്കിൽ ഈ പേപ്പർ ഉറപ്പായിട്ടും പാസ്സാകണം എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രം ഞാൻ പാസ്സായ ഒരു വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ 3 സബ്ജക്റ്റും ഒരു സപ്ലിമെൻ്ററി എക്സാം പോലും ഇല്ലാതെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റീവാലുവേഷൻ വെച്ചത് കൊണ്ട് മാത്രം ഞാൻ പാസ്സായി. അമ്മ മാതാവിന് ഒത്തിരി സ്നേഹത്തോടെ എന്നെ ആ എക്സാം പാസ്സാക്കിയതിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ UK ഞാൻ 2022 ജനുവരിയിൽ ഞാൻ ചെന്നു. ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അവിടെ വന്ന സ്റ്റുഡൻസ് എല്ലാം ആ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാനായിട്ട് തുടങ്ങി, പാർട്ട് ടൈം കിട്ടാത്തതുകൊണ്ട്. ഞാൻ ചെന്ന വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് പാർട്ട് ടൈം ജോബ് സെറ്റായി. എൻ്റെ പഠിത്തം തീരുന്നോടം വരെയും ഞാൻ ആ സെയിം പാർട്ട് ടൈം ജോബ് തന്നെ, വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഒരു പാർട്ട് ടൈം ജോബ്. എനിക്ക് നമുക്ക് വെക്കേഷൻ വന്നാൽ നമുക്ക് 40 hours ജോലി ചെയ്യാം. അപ്പോൾ പല കുട്ടികൾക്ക് 40 hours ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ദിവസം പോലെ എൻ്റെ വെക്കേഷൻ്റെ സമയത്ത് 40 hours കിട്ടാത്ത ഒരാഴ്ച പോലും ഇല്ലായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് എന്നും ജോലി കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പാർട്ട് ടൈം ജോബും വളരെ നന്നായിട്ട് എനിക്ക് മാതാവ് പാർട്ട് ടൈം ജോബ് തന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ PSW കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലി കിട്ടുക, എനിക്ക് UK ഒരു കമ്പനിയിൽ ജോലി കിട്ടുക എന്നുള്ളത്. ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. more than thousands of ആപ്ലിക്കേഷൻ ഞാൻ ഇട്ടു. ഞാനും എൻ്റെ ബ്രദർ നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇട്ടുമായിരുന്നു ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേനും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അല്ല 2 ദിവസം കഴിയുമ്പോൾ മെയിൽ നോക്കുമ്പം അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ട് സെലക്റ്റഡ് എന്നായിരുന്നു എൻ്റെ എല്ലാ മെയിലും വരുന്നത്. more than thousands, അതായത് ജോലി അപ്ലൈ ചെയ്തവർക്കറിയാം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടണം എന്നുള്ളത്. അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻ ഇട്ടു. ഞാൻ 2 വർഷത്തിന് ശേഷം UK കഴിഞ്ഞ വർഷം 2023 മാർച്ചിൽ ഞാൻ നാട്ടിൽ വന്നു. ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല. ഞാൻ പോരുന്നതിൻ്റെ തലേദിവസം എനിക്ക് ലിങ്ക്ഡിനിൽ എനിക്കൊരു മെസ്സേജ് വന്നു, കുഡ് യു പ്ലീസ് സെൻഡ് യുവർ CV. ഒരു കമ്പനിയുടെ ഒരു മാനേജർ എനിക്ക് അയച്ചൊരു മെസ്സേജാണ്, എൻ്റെ CV ഒന്ന് ഫോർവേഡ് ചെയ്യാമെന്ന്. ഓക്കെ, ഞാൻ CV കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുകയാണ്, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 4 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്ത് വരെ ഞാൻ പോയി ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്ത്യനായിട്ട് ഞാൻ മാത്രമുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അന്ന് സ്റ്റുഡൻറ്റ് പീരീഡ് കഴിയാത്തതുകൊണ്ട് എന്നെ ഇറക്കി വിട്ട ഇൻ്റർവ്യൂ വരെ ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക്, പക്ഷേ ഞാൻ എല്ലാം പ്രിപ്പയർ ആയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പേപ്പർ നോക്കിയില്ലായിരുന്നു, സോ സോറി നിങ്ങൾക്ക് ഈ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8th ഫ്ലോറിൽ നിന്നുള്ള ഒരു ബാങ്കിൻ്റെ ഇലക്ഷന് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് തന്നെ വിട്ടു, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഞാൻ അയച്ചു. എന്നിട്ട് ഞാൻ അന്ന് രാത്രിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ നാട്ടിൽ വന്നു. ഞാൻ നാട്ടിൽ വന്നപ്പം അവരെന്നോട് പറഞ്ഞു നമുക്കെന്നാൽ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ എടുക്കാം, ഓഫ്ലൈൻ പോലും അല്ല ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു. അത് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ഓക്കെ, ഞാൻ യെസ് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അന്ന് വൈകിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. അവർ ഇൻ്റർവ്യൂ എടുത്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനോട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ നന്ദി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മാതാവേ ഞാൻ ഒത്തിരി ആപ്ലിക്കേഷൻ ഇട്ടു, മാതാവിന് തന്നെ അറിയാം 1000 അല്ല അതിനും എബവ് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, എല്ലാം റിജക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് പിറ്റേ ദിവസം ഇവിടുന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പം എനിക്ക് ഓഫർ ലെറ്റർ വന്നത് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവിൽ നിന്ന് എനിക്ക് ആ കമ്പനിയുടെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ള പോസ്റ്റിലോട്ടാണ് എന്നെ അവർ സെലക്ട് ചെയ്തത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ UK പോയതും അങ്ങനെ ഒരു കമ്പനിയിൽ എനിക്ക് ഈ ജോലി കിട്ടിയതും. അത് കഴിഞ്ഞ് അങ്ങനെ ജോലി കിട്ടി. 1 വർഷം കംപ്ലീറ്റ് ആകുന്ന സമയമായപ്പോഴത്തേനും വർക്ക് വിസ നമുക്ക് വേണം. വർക്ക് വിസ ഇല്ല നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ UK ഒരു വർക്ക് വിസ തരിക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മ മാതാവായിട്ടാണ് എന്നെ UK എത്തിച്ചത്. അപ്പം ഇനി മുമ്പോട്ടുള്ള കാര്യം അമ്മ മാതാവ് തന്നെയാണ് നോക്കേണ്ടത്. എനിക്ക് ഈ കമ്പനിയിൽ ജോലി തന്നത് അമ്മ മാതാവാണ്. കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ഇൻ്റർവ്യൂ പോസ്റ്റിൽ നിന്ന്
അസിസ്റ്റൻറ്റ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് അമ്മ മാതാവാണ് എന്നെ ഉയർത്തിയത്. അപ്പോഴേ എനിക്ക് വർക്ക് വിസ അമ്മ മാതാവ് തന്നേ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കല്ലേ, ഇത് അമ്മ മാതാവ് തന്നേ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ കമ്പനിയായിട്ട് സംസാരിച്ചു. അവർ നമുക്ക് വർക്ക് വിസ തരാമെന്ന് അവർ എഗ്രി ചെയ്തു. ആ സമയത്ത് UK നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് തിരിച്ച് വരാനായിട്ട് തുടങ്ങി. റൂൾസ് ചേഞ്ച് ചെയ്തതുകൊണ്ട് ഒരു 4 മാസം മുമ്പ് എൻ്റെ വർക്ക് വിസയുടെ പേപ്പർ എല്ലാം സബ്മിറ്റ് ചെയ്തു. വിസ വെച്ചതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഓൾമോസ്റ്റ് 3 to 4 വീക്സ് എടുക്കും നമ്മൾ നോർമലായിട്ടൊരു വിസ അപ്ലൈ ചെയ്ത് എൻ്റെ റിസൾട്ട് വരാൻ. എനിക്ക് പിറ്റേ ദിവസം തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ കൺഫേം ആയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെ എത്താനായിട്ട് സാധിച്ചത്. അമ്മ മാതാവിന് ഞാൻ വലിയ കഴിവുള്ള ആളൊന്നുമല്ല, പക്ഷേ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ് ഗ്രേസ്. എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല, അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, ഈശോയുടെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ്. എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കോവിഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് പത്രമൊന്നും കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. അതൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. എൻ്റെ ഫാമിലിയിൽ ശരിക്കും ആർക്കും, എൻ്റെ കസിൻസിനൊന്നും കൃപാസനത്തെ പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എക്സാം പാസ്സായി, എൻ്റെ ലോണ് ഒന്നും ഇല്ല, ഉറപ്പായിട്ടും ഇത് ആകില്ല എന്ന് പറഞ്ഞ ലോണ് വരെ എനിക്ക് വിത്തിൻ ഒരു 5 to 6 ഡേയ്സിനുള്ളിൽ പാസ്സായി. 3 to 6 months പോലും വെയിറ്റ് ചെയ്തവർക്കൊന്നും പാസ്സാകാത്ത ലോണ് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്താൽ എനിക്ക് പാസ്സായി. അങ്ങനെ ഞാൻ അവരോടെല്ലാം പറഞ്ഞു. അവരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോഴും അവർ ഉടമ്പടി ജീവിതത്തിൽ കഴിയാണ്. എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ ബ്രദർ, ഇവരെല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. പിന്നെ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു, കുമ്പസാരിക്കാറുണ്ടായിരുന്നു. രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്. അപ്പോൾ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെറമ്യായ chapter 33 verse 3. പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ ദൈവത്തെ സമീപിക്കാനാണ് ഉടമ്പടി ജീവിതം നമ്മെ ക്ഷണിക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവത്തോട് തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവം ഒരിക്കലും നിശബ്ദനായിരിക്കുന്നില്ല. സത്യസന്ധമായി നാം വിളിക്കുമ്പോൾ നമ്മുടെ വിളി കേൾക്കുന്ന ഒരു ദൈവവും ഒരമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ച് നയിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. അതാണ് നമ്മൾ ആൻ മരിയ എന്ന മകളുടെ സാക്ഷ്യത്തിലും കാണുന്നത്. ഈശോയും അമ്മയും കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ലൊരു ഉടമ്പടി ജീവിതം. ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യമായി ഓൺലൈനിലാണ്, ഉപരിപഠനത്തിൻ്റെ തടസ്സമായിരുന്നപ്പോഴാണ് ഈ മകൾ ഉടമ്പടി എടുക്കാൻ വന്നത്. പിന്നീടുള്ള ജീവിതം മുഴുവനും ഈശോയും അമ്മയും കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഉപരിപഠനത്തിനുള്ള ആദ്യത്തെ നിയോഗം തന്നെ ഈശോയും അമ്മയും നടത്തി കൊടുത്തപ്പോൾ ഈ മകളുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. പിന്നീടാണ് ഒരു വലിയ ഒരു എഡ്യൂക്കേഷൻ ലോൺ ഫ്രം SBI ബാങ്ക് മാനേജറിൽ തന്നെ കൂടെ തന്നെ ഈശോയും അമ്മയും ഈ മകളുടെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. ആ മാനേജറാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തത്, കൃപാസന അമ്മയുടെ അടുത്ത് പോകാനും ഒരു കാശ് രൂപം ലഭിക്കുവാനും. പിന്നെ ഈ മകൾ ആ കാശ് രൂപം ഫോട്ടോ എടുത്ത് പിന്നെയാണ് അമ്മയെ മുറുക്കെ പിടിച്ചുള്ള ഒരു ജീവിതം, അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ കൂടെയുള്ള ജീവിതമായിരുന്നു പിന്നീട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലാണ് ഈശോയും അമ്മയും ഇടപെടുന്നത്. നമുക്കും ഈ മകളെപ്പോലെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 3 മാസം കൊണ്ട് ശരിയാകേണ്ട എഡ്യൂക്കേഷൻ ലോണാണ് 10 ദിവസം കൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്കത് ലഭിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. കാനായിൽ അവരുടെ കാര്യം മനസ്സിലായ, ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായ അമ്മ ഈശോയോട് ചെന്ന് പറഞ്ഞപ്പോൾ
ഈശോ അവരുടെ കാര്യം ചെയ്ത പോലെ തന്നെയാണ് ഈ മകൾ പെട്ടെന്ന് UK പോകേണ്ട കാരണം ഉണ്ടായിരുന്നുകൊണ്ട് 3 മാസം എടുക്കേണ്ട പേപ്പർ വർക്കാണ്, എഡ്യൂക്കേഷൻ ലോണാണ് 10 ദിവസം കൊണ്ട് ഈശോയും അമ്മയും ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ആ അമ്മ നമ്മളെ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പിന്നെ ഉണ്ടായിരുന്നതാണ് PGMA ലിറ്ററേച്ചറിൻ്റെ 3 സപ്ലിമെൻ്ററി പ്രോബ്ലമായിരുന്നു. അത് റീവാലുവേഷന് കൊടുത്തപ്പോഴാണ് അതും ഒരു വലിയ ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ മകൾക്ക് അതും ക്ലിയറാക്കാൻ സാധിച്ചത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയോഗമായിരുന്നു. കസ്റ്റമർ സർവീസിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എഴുതാൻ പോയത്. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് അസിസ്റ്റൻ്റ് മാനേജറായിട്ട് UK ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ജോലി ലഭിച്ചത്. ഇതൊക്കെയാണ് ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന ഉടമ്പടി മക്കളുടെ കൂടെ നിന്ന് ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ 1000-ഓളം മെയിൽ അയച്ചിരുന്നു. പല പ്രാവശ്യവും പല മെയിലുകൾ ആങ്ങളെയും പെങ്ങളും ഒന്നിച്ച് അയച്ചിരുന്നു. അതിനെല്ലാം നെഗറ്റീവ് റിപ്പോർട്ടാണ് വന്നത്. ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് ഈ വലിയൊരു ജോലി അസിസ്റ്റൻ്റ് മാനേജറായിട്ട്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെ മക്കളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ നമുക്കതാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളുമാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ. നമുക്കും ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിൽക്കാം, ദൈവത്തെ വിശ്വാസത്തോടെ വിളിക്കാം. അമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിലും പുതിയ പ്രത്യാശയും വഴിയും വെളിപ്പെടുത്തി തരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആൻമരിയയ്ക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 18ാമത്തെ പുതുക്കലിലാണ് നിൽക്കുന്നത്. എൻ്റെ പേര് ഷാൻഡി റെജി. ഞാൻ കോതമംഗലത്തുനിന്ന് വരുന്നു. എനിക്ക് 18ാമത്തെ പുതുക്കലിൽ കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ 8ാമത്തെ സാക്ഷിയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു. അതിന് എൻ്റെ എതിർ പാർട്ടി എൻ്റെ പ്രബലയായ ഒരു മിത്രം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് നേരിടേണ്ടതായി വന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ കരുണ കൊണ്ട് മാത്രം ഞാൻ ജയിച്ചു. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസവും എല്ലാവരും പറഞ്ഞു അവർ 35 വോട്ടിനെ ജയിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ കൈവിടില്ല, അമ്മ തന്നെ എന്നെ ജയിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ വോട്ടെടുപ്പിൻ്റെ സമയം എണ്ണി അന്നേരം ഒരു ന്യൂസ് വന്നു, ഞാൻ പരാജയപ്പെട്ടു, നമ്മൾ പുറകോട്ട് പോയി എന്ന്. പക്ഷേ അവിടെ നിന്നെല്ലാം എൻ്റെ അമ്മ 50 വോട്ട് നൽകി എന്നെ രക്ഷിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇതാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് നന്ദി എന്ന്. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് രോഗി അല്ലെങ്കിൽ ആരും ഇല്ലാത്തവർ, അവരെ കണ്ടാൽ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് പണമായിട്ടും വസ്ത്രമായിട്ടും ആഹാരമായിട്ടും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത്, ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് പള്ളിയിൽ പോകും, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. അതല്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. അതുപോലെ തന്നെ ഹുസോയം മേടിക്കുമ്പോൾ എൻ്റെ പാപങ്ങളും ഞാൻ കണ്ണീരോടെ പറഞ്ഞിട്ടാണ് ഞാൻ ഹുസോയം മേടിക്കുള്ളൂ. എന്നിട്ട് ഞാൻ കുർബാന അനുഭവിക്കും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുർബാന അനുഭവത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി ജീവിതം എൻ്റെ നിത്യതയിലേക്ക് വരെ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ഇന്ന് വരെയും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഡെയിലി ബ്രെഡ് ഇന്നും ഞാൻ അത് 5:30 കൂടും. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ എനിക്ക് സമയമുള്ളപ്പോഴെല്ലാം ഞാൻ അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അച്ഛൻ്റെ ധ്യാനം, ഞാൻ സാക്ഷ്യം, ഇതുപോലെ എല്ലാം ഷെയർ ചെയ്യും. ജോമോൾ സിസ്റ്ററുടെ ജീവവചസ്സുകൾ ഞാനത് എന്നും കേൾക്കും, അതങ്ങനെ ഷെയർ ചെയ്യും. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സാക്ഷ്യം കേൾക്കുന്നതിനും സാക്ഷ്യം ഷെയർ ചെയ്യുന്നതിനുള്ളൊരു കൃപ. പിന്നെ എൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അവൾ പറയും. എൻ്റെ പേര് ചിത്ര മരിയ റെജി. ഞാൻ 2025 മാർച്ചിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത്
6 വർഷത്തോളം എനിക്ക് എൻ്റെ ചെവിയിൽ വെള്ളം പോയതിന് ശേഷം, അതുപോലെ തന്നെ കാറ്റടിക്കുമ്പോഴും തണുപ്പ് വരുമ്പോഴൊക്കെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ വരുമായിരുന്നു. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴുപ്പായിട്ട് വരുമായിരുന്നു. എൻ്റെ ചെവി എനിക്ക് പെയിൻ അല്ലായിരുന്നു, പക്ഷേ ഇറിറ്റേഷനും അതുപോലെ തന്നെ ഈ പസ് വന്നതും അതൊരു ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊരു കണ്ടീഷനിലേക്ക് പോവുകയും 4 ഡോക്ടറിനെ കണ്ട് ഏറ്റവും ലാസ്റ്റത്തെ ഡോക്ടറെ അതൊരു സർജറി വേണം, ടിമ്പാനത്തിൽ ഹോൾ വന്നിട്ടുണ്ട്, സർജറി ഇല്ലാണ്ട് അത് അടയില്ല എന്ന് എനിക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. പക്ഷേ എങ്കിൽ കൂടി ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു. അപ്പോൾ ഒരു മേജർ സർജറിയാണ്, അതിനനുസരിച്ചിട്ടുള്ള ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അന്നേരം ആ സർജറി വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും, ഞാൻ ഹോസ്റ്റലിലായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എൻ്റെ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ച് അമ്മയുടെ, എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു, റൈറ്റ് ഇയറിനായിരുന്നു. അപ്പോൾ അമ്മയുടെ റൈറ്റ് സൈഡിൽ അമ്മ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. സെക്കൻഡ് ഇയറിലെ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് വീണ്ടും വന്നു. എനിക്കത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയ സമയമായിരുന്നു അത്. അപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോഴും അമ്മ പറഞ്ഞു, ധൈര്യത്തോടെ ഇരുന്നോ, മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചോ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് അമ്മ തന്നെ അമ്മയുടെ ചെവിയിൽ, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ അമ്മയുടെ ചെവിയിലാണെങ്കിൽ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത്രയും അനുഗ്രഹത്തോടുകൂടി ഇപ്പം ഞാൻ 3 വർഷമായി, എനിക്ക് ഇന്നേ വരെ ആ ഒരു അസുഖം വന്നിട്ടില്ല, ഇന്നേ വരെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ മുങ്ങിക്കുളിച്ചു, ഞാൻ കാറ്റടിച്ചു, തണുപ്പടിച്ചു, ഇന്നേ വരെ ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പിന്നെ പോയിട്ടേ ഇല്ല സർജറിക്ക് വേണ്ടിയിട്ട്. അത്രയും എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എൻ്റെ നഴ്സിങ്ങിന് എനിക്ക് പല ബുദ്ധിമുട്ടുകളും വന്നു. ഫോർത്ത് ഇയറിലാണെങ്കിൽ എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ അവർ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈം വെച്ചിട്ട് ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര ടൈം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എനിക്ക് ഫോർത്ത് ഇയർ വന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര യൂറിനേഷൻ വന്നു. അപ്പം എനിക്ക് വാഷ്റൂമിൽ പോകണം. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഒരു എക്സാം ടൈമിൽ ഞാൻ വാഷ്റൂമിൽ പോയതായിട്ടോ അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈം ഞാൻ കളഞ്ഞിട്ടില്ല, അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുമില്ല. പക്ഷേ ആ ഫോർത്ത് ഇയർ എനിക്ക് പോകേണ്ട വന്നു. അത്രയും എൻ്റെ സമയം അവിടെ വേസ്റ്റായി. എങ്കിലും ഞാൻ എൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ എവിടെയെങ്കിലും പിൻ ചെയ്തിട്ട് തന്നെയായിരിക്കും ഞാൻ കാശുരൂപം കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ എക്സാം എഴുതിയിട്ടുള്ളത്. എന്നിട്ടും എൻ്റെ മാതാവ് ഈ 4 വർഷം എനിക്ക് ക്ലാസ് ഫസ്റ്റ് തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പോരാൻ നേരത്ത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡും ബെസ്റ്റ് അക്കാഡമിക് അച്ചീവ്മെൻറ്റിനുള്ള അവാർഡും എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ മെറിറ്റും കൊണ്ടല്ലാതെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ വെറും സീറോയാണെന്നാണ് ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയാറ്. മാതാവ് എന്നെ അനുഗ്രഹിച്ചേക്കണം, എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഇന്ന് വരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എന്നെ അത്രയും അനുഗ്രഹിച്ചു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാമെന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കരഞ്ഞിറങ്ങി, എന്നെക്കൊണ്ട് പറ്റില്ല അമ്മേ, ഇത് ഭയങ്കര ടഫാണ്. അപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു, സാരില്ല, കുഴപ്പമില്ല, നോക്ക്, മാക്സിമം നോക്ക്, പറ്റുമെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ ഞാൻ 8 മാസം എടുത്ത് ജർമ്മൻ പഠിച്ചു. അതിൽ B2 എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒരു കഴിവില്ല. ഞാൻ മോഡൽ ടെസ്റ്റ് ഇടുമ്പോഴൊക്കെ തോറ്റു പോയിരുന്ന സബ്ജക്റ്റുകളിൽ തന്നെ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ കാശുരൂപം അതുപോലെ തന്നെ തൈലും ഉപ്പും തേനും ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. അതുപോലെ തന്നെ ആ ഉപ്പ് ഞാൻ എൻ്റെ കൈ പിടിച്ചിരുന്നു, എൻ്റെ എക്സാം ഹോളിലേക്ക് ഞാൻ അത് കയറ്റി. ഞാൻ അതുപോലെ തന്നെ തൈലം ഞാൻ എൻ്റെ കൈയുടെ ഇവിടെ തേച്ചിരുന്നു. അത് ഞാൻ എൻ്റെ എക്സാം പേപ്പറിൻ്റെ മുകളിൽ ഞാൻ അത് കുരിശ് വെച്ച് വരച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ എക്സാം എഴുതിയത്. എൻ്റെ ഒരു കഴിവും കൊണ്ടല്ല എനിക്ക് ഇന്ന് കിട്ടിയേക്കണ അനുഗ്രഹം. ഞാൻ ഇന്ന് B2 വരെ കംപ്ലീറ്റ് ഫുൾ മൊഡ്യൂൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. എനിക്ക് അത്രയും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മാതാവിൻ്റെ കൃപയാൽ. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യും. അത് എല്ലാ ജാതി മത ഭേദമന്യേ ഞാൻ വിതരണം ചെയ്യും. അതുപോലെ ഇവിടുത്തെ കാശുരൂപം, അതുപോലെ തേൻ, ഉപ്പ്, ഇതെല്ലാം ഞാൻ ആദ്യം പരീക്ഷ എഴുതണവർക്ക് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അസുഖക്കാർ വരും, ഒരു പ്രാവശ്യം പോയിട്ട് കൊണ്ടുപോകണവരെല്ലാവരും രണ്ടാമതും വന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാൽ ഞാൻ ഇനി വരുമ്പോൾ മേടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പിന്നീട് വന്ന് അവർക്ക് മേടിച്ചുകൊണ്ടേ കൊടുക്കും. അതൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നിന്നത്. പിന്നെ അച്ഛൻ്റെ ഈ സാക്ഷ്യവും അതുപോലെ തന്നെ
ചൊവ്വാഴ്ചത്തെ എല്ലാ ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യും, ജീവവചസ്സുകൾ ഷെയർ ചെയ്യും. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവൃത്തിയും ഞാൻ എൻ്റെ കഴിവ് പോലെ എല്ലാവരെയും സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. എല്ലാത്തിനും എല്ലാ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ അവരാണ് അവൻ കാണിച്ച വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നവർ, അവൻ പറഞ്ഞത് അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിലുള്ള ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഒരു നല്ല ഉടമ്പടി സാക്ഷ്യം. ഈ മകൾ പറഞ്ഞതുപോലെ ഷാൻഡി റെജി എന്ന മകൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി മാറ്റണമേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നത്. 18 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഇത് 8ാമത്തെ സാക്ഷ്യമാണ്. ഇതൊക്കെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവരും വിളിക്കപ്പെട്ടവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു വലിയ വഴിത്തിരിവുകൾ. പ്രത്യേകിച്ച് ഈ മകൾ പറഞ്ഞ പോലെ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ മകൾ പറഞ്ഞു, അവസാന കൗണ്ടിങ് ദിവസം അങ്ങനെയാണ് പറഞ്ഞത്, പരാജയപ്പെടുമോ എന്നുള്ള ഭയഭീതിയായിരുന്നു. എങ്കിലും ഈ മകൾ വിശ്വസിച്ചു, മാതാവുണ്ടല്ലോ കൂടെയെന്ന്. വിജയം നമ്മുടെ കൂടെയാണ്. ഈശോയുടെ അമ്മയുടെയും കൂടെ വന്ന് ഇവിടെ നിന്ന് ഈ കൃപാസനത്തിൻ്റെ ഈ ആലയത്തിൽ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീര് ഒപ്പുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയുടെ അരികിൽ 18 പ്രാവശ്യം പുതുക്കിയ ഒരു മകളെ മറക്കുവാൻ സാധിക്കുമോ അമ്മയ്ക്ക്? ഈശോയും അമ്മയും ചേർന്ന് നിന്നാണ് ഈ മകളുടെ ഈ പഞ്ചായത്തിൽ ഒരു ജനത്തിൻ്റെ പ്രതിനിധിയായി അവരുടെ പഞ്ചായത്തിൽ സഹായിക്കണമെന്നുള്ളൊരാഗ്രഹം ഈശോയും അമ്മയും ചേർന്ന് നിന്ന് സഹായിച്ചു കൊടുത്തു. ഈ മകളുടെ രോഗസൗഖ്യത്തെ പറ്റിയാണ് പിന്നീട് പറഞ്ഞത്. ചെവിയിൽ നിന്നുണ്ടായിരുന്ന പഴുപ്പ്, അത് 6 വർഷത്തോളം ഈ മകൾ സഹിച്ചിരുന്നു, ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീടാണ് അന്നേരം ഈ മകൾക്ക് ഉടമ്പടിയിൽ പറ്റില്ലായിരുന്നു. 18 വയസ്സായില്ലായിരുന്നു. അമ്മയുടെ ഉടമ്പടിയിലാണ് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നത്. +2 പരീക്ഷയുടെ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടി. പിന്നീട് അമ്മ വീട്ടിലിരുന്ന് അമ്മയുടെ ചെവിയിൽ ആ തൈലം തേച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ഓരോ അമ്മയും ഓരോ മക്കൾക്ക് വേണ്ടി അവരുടെ വിശ്വാസം കൈമാറുന്നത്. ഈ അമ്മയുടെ വിശ്വാസത്തിൽ ഈ മകൾ ഉറച്ചു വിശ്വസിച്ചു. ആ മകൾക്ക് അന്ന് ആ അസുഖത്തിൽ നിന്നുള്ള സൗഖ്യമാണ് ലഭിച്ചത്. ഡോക്ടേഴ്സ് സർജറിയാണ് പറഞ്ഞിരുന്നത്. ആ സർജറിയിൽ നിന്നാണ് ഈ മകൾ വിമുക്തിയായത്. ഈശോയോടും അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ വിശ്വാസത്തോടെ തൈലം സ്വന്തം ചെവിയിൽ തേച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഈശോയും അമ്മയും കേട്ടു ആ പ്രാർത്ഥനയും. പിന്നീടാണ് യൂറിനറി ഇൻഫെക്ഷൻ. ഈ മകൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവുമാണ് ഈ മകൾ ഉപയോഗിച്ചത്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അത്ര പ്രയോജനമുണ്ടായില്ല. പിന്നീടാണ് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം മാത്രം ഈ മകൾ അതിൽ നിന്നും സൗഖ്യം പ്രാപിച്ചു. പിന്നീടുണ്ടായിരുന്ന ജർമ്മൻ കോഴ്സ്, ടഫായിരുന്ന സ്റ്റഡി, ഈശോ അത് എളുപ്പത്തിലാക്കി കൊടുത്തു. ഈ മകൾ ഓരോ കാര്യത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന്, ഇതാണ് നമ്മൾ ആദ്യം കേട്ടത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ആ മകൾ പറഞ്ഞ പോലെ ചെവിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, കാറ്റടിച്ചു, തണുപ്പടിച്ചു, ഒന്നും വന്നില്ല. നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. എത്ര വലിയ കാറ്റായാലും, എത്ര വലിയ സ്റ്റോമായാലും, എത്ര വലിയ പ്രശ്നങ്ങളായാലും ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയെ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് ഒന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്മയ്ക്കായി തന്നെ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൽ നടത്തിത്തരും. കാനായിൽ അമ്മ അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോഴാണ്
സ്വന്തം മകനോട് ചെന്ന് ആ ജീവിതത്തിൻ്റെ പ്രതിസന്ധി തരണം ചെയ്യുവാൻ ആ കുടുംബത്തെ സഹായിച്ചത്. അതുപോലെ തന്നെ ഇന്നും ആ അമ്മ തന്നെ, കൃപാസനത്തിൻ്റെ അമ്മ, ഈ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ നമ്മുടെ കൂടെയുമുണ്ട്. ആ അമ്മയിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്കും വിശ്വസ്തയോടെ നയിക്കാം. ഷാൻഡി റെജി എന്ന മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻഡ്രിയ റീത്ത മനോജ്. ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന്. ഞാനിപ്പം BSc നോട്ടിക്കൽ സയൻസ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അതായത് മർച്ചൻ്റ് നേവിയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ്. ഞാൻ +1 +2 പഠിക്കുമ്പോഴാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം അമ്മയാണ് എനിക്ക് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെല്ലുന്നതും ഞാനും അമ്മയുടെ കൂടെ പോയി ചെല്ലുമായിരുന്നു. അപ്പം ഞാൻ ഒബ്വിയസ്ലി അമ്മയോട് ചോദിക്കുമായിരുന്നു, ഞാൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നത്, അല്ലെങ്കിൽ ഈ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഞാൻ അമ്മയോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അമ്മേനോട് പറഞ്ഞു, ഒന്നുമില്ലാണ്ട് നീ പ്രാർത്ഥിക്കുക എന്നോട് പറയുമായിരുന്നു. അപ്പം ഞാൻ അമ്മേൻ്റെ കൂടെ രാവിലെയും ചെല്ലും, അതേപോലെ തന്നെ വൈകുന്നേരം ഞങ്ങളുടെ കുരിശുവര അത് കഴിഞ്ഞിട്ടും ഉള്ള പ്രാർത്ഥന ഞാൻ ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ +2 എക്സാംസ് വന്നു. അപ്പോഴും അമ്മ എനിക്ക് ഉപ്പും തൈലവും എല്ലാം അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടും ഉപ്പ് എക്സാം ഹോളിൽ കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി എക്സാം ഹോളിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ കയറിയതും. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എനിക്ക് +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പല പല എൻട്രൻസ് എക്സാംസ് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരോ കോളേജിൽ കയറുന്നു, എനിക്ക് മാത്രം ഒന്നും ആവുന്നില്ല. ഞാൻ പല എക്സാംസ് എഴുതുന്നുണ്ട്, പക്ഷേ ചിലതൊക്കെ കിട്ടി, പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ അത് തോന്നുന്നില്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും അങ്ങനെ ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു നേവിനെ പറ്റി അറിയുന്നത്, മർച്ചൻ്റ് നേവിനെ പറ്റി അറിയുന്നത്. അപ്പോൾ എനിക്ക് ഇതന്നെ മതി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിലും അറിയാം, മർച്ചൻ്റ് നേവി അങ്ങനെ ഗേൾസ് ആരും ഓപ്റ്റ് ചെയ്യാത്തൊരു പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിലും ഫാമിലി ആണെങ്കിലും ബാക്കി റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര നെഗറ്റീവ് കമൻസ് ആയിരുന്നു എല്ലാവരുടെ സൈഡിൽ നിന്നും. അപ്പം എനിക്കും ഭയങ്കര ഇതായിരുന്നു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കിത് മതി എന്നുള്ളത്. അപ്പോഴും അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം മെയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. എൻ്റെ ആകെയുള്ളൊരു ഫസ്റ്റത്തെ ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് മർച്ചൻ്റ് നേവി കയറണം, എനിക്ക് യൂണിഫോം ഇടണം. ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മർച്ചൻ്റ് നേവിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ, ഞാൻ IMUCT ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഫുൾ യൂണിഫോമിൽ ഒന്ന് സാക്ഷ്യം പറയാൻ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ ഞാൻ വെച്ചൊരു കാര്യമായിരുന്നു എനിക്ക് ലൈസൻസ് എടുക്കണം എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലൈസൻസ് എടുത്തു. അപ്പം ചെറിയൊരു ആഗ്രഹം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ലൈസൻസ് എടുക്കണം, എനിക്കും കാർ ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനത് വെച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല. എല്ലാവരും പിന്നെ അഡ്മിഷൻസൊക്കെ എല്ലാ സ്ഥലത്തും ക്ലോസ്ഡായി. എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയില്ല. ഇനി എന്തായാലും റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നോക്കി, തൃശ്ശൂർ ഇങ്ങനെ എൻ്റെ എൻട്രൻസ് അക്കാഡമി ഉണ്ട്, ഞാൻ അവിടെ പൊക്കോട്ടേന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത് കിട്ടുമോ, നിനക്ക് കിട്ടിയാലും ലൈഫ് എങ്ങനെ ശരിയാവുക, 6 മാസം കപ്പലിൽ, 6 മാസം പിന്നെ വീട്ടിൽ വരാം, ഇതെങ്ങനെയാണ് ഫാമിലി ലൈഫ് ആണെങ്കിൽ എങ്ങനെ ശരിയാവുക, എല്ലാവർക്കും നെഗറ്റീവ് കമൻസ് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിച്ചു എനിക്ക് മാതാവ് തരും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചു, ലൈസൻസ് എടുക്കാൻ വേണ്ടി സമ്മതിച്ചു. ഞാൻ ലൈസൻസ് എടുത്തു. അതും എൻ്റെ കാറിൻ്റെ റോഡ് ആദ്യത്തെ പ്രാവശ്യം ഫെയിലായി, 2ാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യം വണ്ടി വന്ന് പാർക്ക് ചെയ്ത സമയത്ത് എന്നെ പഠിപ്പിച്ച എൻ്റെ സാർ വന്ന് എന്നോട് പറഞ്ഞു, ആൻഡ്രി നീ പാർക്ക് ചെയ്തത് വളരെ തെറ്റായിട്ടാണ്, ഇങ്ങനെയല്ല പാർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ ഫെയിലാക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ കാത്തോണ്ട് ഇനിയും ഫെയിലായി കഴിഞ്ഞാൽ എനിക്ക് ഇനി റീടെസ്റ്റ് എഴുതാൻ പറ്റില്ല, കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്കിനി ടൈമില്ല എന്നുള്ള ഇത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുക, എൻ്റെ ഇപ്പുറത്ത് എൻ്റെ സാർ ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമേ സാർ എന്ത് ചെയ്യും? അപ്പോൾ സാറിൻ്റെ ഇവിടെ റെഡ് പെന്നുണ്ട്, ഗ്രീൻ പെന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഗ്രീൻ എടുക്കണേ. ബട്ട് ആദ്യം സാർ എടുത്തത് റെഡായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കേ ഞാൻ ഫെയിലായെന്ന് വിചാരിച്ചു. ബട്ട് പിന്നെ ഗ്രീൻ എടുത്ത് ഞാൻ പാസ്സായിരുന്നു. ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങി. കാർ ഓടിക്കുമ്പോഴാണെങ്കിലും സ്കൂട്ടർ ഓടിക്കുമ്പോഴാണെങ്കിലും പല പല സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ എനിക്കങ്ങനെ ഞാനത്ര പ്രോ ഒന്നായിരുന്നില്ല. സോ പല പല സിറ്റുവേഷൻസും എൻ്റെ കൈവിട്ട് പോയ സിറ്റുവേഷൻസ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ആണെങ്കിൽ എന്നെ കാത്തത് മാതാവ് മാത്രമാണ്. എൻ്റെ കയ്യിൽ എവിടെ പോയാലും മാതാവിൻ്റെ കാശുരൂപം, തൈലം, ഉപ്പ് എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെ എനിക്ക് പല പല സിറ്റുവേഷൻസിലും വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള സിറ്റുവേഷൻസ് മാതാവ് എന്നെ കാത്തിട്ടുണ്ട്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാവരും സമ്മതിച്ചു.
ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, നീ തൃശ്ശൂർക്ക് പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ പോർഷൻസൊക്കെ കഴിഞ്ഞു, റിവിഷൻ തുടങ്ങിയ സമയത്തായിരുന്നു ഞാൻ പോയത്. അപ്പം അവിടെ പോയ സമയത്താണെങ്കിലും എൻ്റെ ഹോപ്പ് പിന്നെയും പോവുക. കാരണം പോർഷൻസ് എല്ലാം എടുത്ത് കഴിഞ്ഞു, റിവിഷൻ തുടങ്ങി. സോ നമ്മൾ +2 ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പം അത് തന്നെ ഞാൻ അത്ര കാലിബറുള്ള കുട്ടിയൊന്നുമല്ല. അപ്പം സ്റ്റേറ്റ് സിലബസ് തന്നെ കഷ്ടിച്ചാണ് ഞാൻ അതും മാതാവിൻ്റെ കൂടെ നിന്നിട്ടാണ് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയത്, ഞാൻ പാസ്സായതും. അപ്പം ആ ഒരു ബേസിൽ ഞാൻ പെട്ടെന്ന് അവിടെ ചെല്ലുമ്പം എനിക്കൊരു ക്ലാസ്സും കിട്ടിയിട്ടില്ല. റിവിഷൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അതും കിട്ടുന്നില്ല, എനിക്ക് അവരോട് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഡൗൺ ആയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മേ ബി ആ സമയത്തായിരിക്കണം കുറച്ചും കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഉഴപ്പായിരുന്നു, എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു ഞാൻ രാവിലെ എണീക്കുമോ. പക്ഷെ അത് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു. ഞാൻ പോയ സ്ഥലത്താണ് ഞാൻ നിന്ന ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഞാൻ നിന്നൊരു ഹോസ്റ്റലിലാണെങ്കിലും എനിക്ക് അവിടെ എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നു, അടുത്തടുത്ത് വേറെ പള്ളികളുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഇൻ കേസ് എണീറ്റില്ലെങ്കിലും എനിക്ക് അപ്പുറത്തെ പള്ളിയിൽ പോയിട്ട് കുർബാന കാണാൻ പറ്റുമായിരുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് അവിടെ കുമ്പസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. അങ്ങനെ ആത്മീയമായിട്ട് എനിക്ക് അവിടെ പോയപ്പോൾ കുറേ വളരാൻ പറ്റി. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറച്ചൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ബാക്ക് പെയിൻ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുറംവേദന വരിക. ഇപ്പം പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ ജൂബിലി അടുത്താണ്, അപ്പോൾ ജൂബിലിയിൽ പോയി കാണിക്കാൻ പറഞ്ഞു. ഞാൻ ജൂബിലിയിലെ ഓർത്തോനെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞു ഓക്കെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഞാൻ എക്സ്റേ എടുത്തു. ഡോക്ടർ നമുക്കൊന്ന് MRI കൂടെ എടുത്ത് നോക്കാം. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി, ദൈവമേ ഇതിപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ടാണല്ലോ എനിക്ക് വരുന്നതെന്ന് വിചാരിച്ചു. ഞാൻ MRI എടുത്തു. MRI എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ചെറിയൊരു ബൾജ് ഉണ്ട് എനിക്ക് ബാക്ക് ബോണിൽ, L2-ലും L3-ലും എനിക്ക് ബൾജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ബെൽറ്റ് ഇടണം, അതേപോലെ തന്നെ അധികം നേരം ഇരിക്കാൻ പാടില്ല, 20 മിനിറ്റ് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കണം, അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യണം, ഫിസിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയും നാളും നോർമലായിട്ടുള്ള ലൈഫ് കൊണ്ടുപോകുന്ന എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവിടുന്ന് ഞാൻ കൃപാസനത്തിൽ വരുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ബെൽറ്റ് ഇട്ടിട്ടായിരിക്കും ഞാൻ ഇങ്ങോട്ടേക്ക് ബസ് കയറുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് ഭയങ്കര ബെൽറ്റ് ഇട്ടിട്ട് ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചവർക്കറിയാൻ ഭയങ്കര പാടാണ്. നമുക്കൊന്ന് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ടൈറ്റായിട്ട് ഇടണം. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത്. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേദന ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോഴും എനിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം തേക്കുന്നുണ്ടായിരുന്നു, ഉപ്പ് സേവിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്നാൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് പിന്നെ തലവേദന വരുന്നു. അപ്പം തലവേദന വരുമ്പോഴാണെങ്കിലും എനിക്ക് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് BP കുറയാം. അപ്പം ഞാൻ അങ്ങനെ ക്ലാസ്സിൽ നിന്ന് 2-3 പ്രാവശ്യം തല ചുറ്റി ഞാൻ അവിടെ അടുത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജ്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്നു, ട്രിപ്പ് ഇട്ട് കിടക്കുന്നു. അപ്പം ഇങ്ങനെ തലവേദന എനിക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുക, എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഒരു റിലീഫ് കിട്ടണമെങ്കിൽ ഞാൻ ടൈഗർ ബാം തന്നെ തേക്കണം. അപ്പം ഞാനൊരു ടൈഗർ ബാം നമ്മൾ നല്ല കട്ടിയിൽ ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെ തേക്കുമായിരുന്നു. അപ്പം അങ്ങനെ തേച്ച് എനിക്ക് എൻ്റെ നെറ്റി മൊത്തം പൊള്ളുന്നൊരു അവസ്ഥയായിരുന്നു. ലൈക്ക് ഇവിടെ മൊത്തം എൻ്റെ ഈ ഒരു ഷെയ്ഡും ഇവിടുത്തെ ഷെയ്ഡും നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു ബ്രൗൺ കളറിൽ നല്ല ബേൺഡ് ആയിട്ടുള്ളൊരു സ്കിന്നായിരുന്നു എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം പൊള്ളിയ സ്ഥലത്ത് ഞാൻ വീണ്ടും ടൈഗർ ബാം തേക്കുന്ന ഒരു ഇതായിരുന്നു. കാരണം എനിക്ക് തലവേദന കുറയുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ എനിക്ക് സൺലൈറ്റ് തീരെ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിലോട്ട് നടക്കുന്ന സമയത്താണെങ്കിലും ഞാനൊന്നില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോൾ എടുത്ത് പുതയ്ക്കും, അതേപോലെ തന്നെ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കൊട യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിലോട്ട് പോകുന്നത്. എനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ ഡോക്ടറെ പോയി കണ്ടു, വീണ്ടും ജൂലിയിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു തരം മൈഗ്രെയിൻ ആണ്, ഒന്നും ചെയ്യാനില്ല ആൻഡ്രിയയ്ക്ക് തല കറക്കം വരുവാണെങ്കിൽ ഇവിടെ വരാം, ട്രിപ്പ് ഇടാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് തീരെ പറ്റുന്നില്ല. ഒന്ന് പുറംവേദന വന്ന് അതൊന്ന് കുറയുന്നതിനൊക്കെ മുമ്പ് അടുത്തത് ഇതേ മൈഗ്രെയിൻ രീതിയിൽ വന്നു. അപ്പം പുറംവേദന പിന്നെ നമുക്ക് പഠിക്കാം, കാരണം ബാക്ക് പെയിൻ അല്ലേ, കുഴപ്പമില്ലല്ലോ, നടന്നാണെങ്കിലും ഞാൻ പഠിക്കും. പക്ഷേ ഇത് തലയായത് കാരണം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഒരു സ്പോൺസർഷിപ്പിൻ്റെ എക്സാം വന്നത്. അപ്പോൾ എക്സാം വന്ന സമയത്താണെങ്കിലും ഞാൻ ഒന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് രാത്രി ഇരിക്കാൻ പറ്റുന്നില്ല, വെളിച്ചത്തിൽ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ഭയങ്കര പഠിക്കുന്നുണ്ടായിരുന്നു, ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം എക്സാമാണ്. അപ്പം ഞാൻ രാത്രി കിടന്നുറങ്ങി, കാരണം എനിക്ക് പറ്റത്തില്ല ഇരിക്കുക. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് പഠിച്ചു. രാവിലെ ഞാൻ എണീറ്റു, എല്ലാവരും ഞങ്ങൾ പ്രയർ ഹാളിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അവർക്കെല്ലാവർക്കും തൈലം തേച്ച് പ്രാർത്ഥിച്ചു, ഉപ്പെല്ലാവരുടെയും കൊടുത്തു. ഞാൻ പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലിട്ട് ഇടണം. അവർക്കാണെങ്കിൽ ഒരു അപ്പം ഞാനിപ്പോൾ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ അവരും വരണം, എന്നാൽ ഞാനും വരട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അവരൊന്നും ക്രിസ്ത്യൻസ് ഒന്നുമല്ല, ബട്ട് അവരെൻ്റെ കൂടെ വരും. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അവരെൻ്റെ കൂടെ വരും. ഞങ്ങൾ പള്ളിയിൽ പോവും. മേ ബി ചുമ്മാ ഞങ്ങൾ പള്ളിയിൽ പോകണമെങ്കിലും ഞാൻ പറയുന്നത് ചുമ്മാ അവിടെ ആരാധനയുണ്ട്, അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ആരാധന കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകും. അവരും കൂടെ വരും, അവരും എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ രാവിലെ ഇരുന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. എക്സാം എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു ആ എക്സാമിൽ. എൻ്റെ കയ്യിൽ ആകെ കാശ് രൂപ ഇരിപ്പുണ്ടായിരുന്നു. ഉപ്പ് ഞാനവിടെ എൻ്റെ കയ്യിൽ ഞാൻ എക്സാം ഹോളിൽ കയറിയപ്പോൾ തന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയത്. ഞാൻ പ്രാർത്ഥിച്ചു, എക്സാം ഹോളിൽ കയറി. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാമാണ്. ഞാൻ എന്തൊക്കെയോ പിടിച്ച് നിൽക്കും. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ആകുമ്പോഴും ഞാൻ കാശ് രൂപ പിടിച്ച് സ്ക്രീനിൽ വെക്കും, വിശ്വാസപ്രമാണം ചൊല്ലും. എനിക്കെന്തോ തോന്നുന്നത് എന്തോ പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നും, ഓക്കെ ഇതാണെന്നുള്ളത്. ഞാൻ അങ്ങനെ എഴുതും, എക്സാം എഴുതി. റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് അറിയത്തില്ല റിസൾട്ട്. അന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോയില്ല. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി, ഞാൻ മാത്രം ഹോസ്റ്റലിൽ ഒറ്റയ്ക്കാം. അപ്പോൾ എന്നെ ഫോൺ വരുന്നുണ്ട്, ഇങ്ങനെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് വന്ന് പാസ്സായവർക്ക് മാത്രമാണ് മെയിൽ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നോക്കുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണൊക്കെ ആയി നോക്കി. ഇവർ കാരണം എനിക്ക് എന്തായാലും എനിക്ക് കിട്ടത്തില്ല, കാരണം അവരൊക്കെയാണ് പഠിച്ച ആൾക്കാർ, ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ അവസാനം നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടില്ല. പിന്നെ ഇവർക്കൊക്കെ ഫെയിലായെന്ന് പറഞ്ഞ് മെയിൽ വരുന്നു. അപ്പം നേരെ ഉൾട്ടയാണ് സംഭവിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കെന്താ മെയിൽ വരാത്തത്, ഇനി വല്ല പ്രശ്നമാണോ? അപ്പം ഞാൻ എൻ്റെ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് പേർക്ക് വരാത്തതുണ്ട്, ചിലപ്പോൾ നിങ്ങൾ പാസ്സായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ പാസ്സാവാനൊരു ചാൻസ് ഇല്ല, കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാനിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് മെയിൽ വന്നു ഞങ്ങൾ പാസ്സായി എന്നുള്ളത്. അപ്പോൾ പാസ്സായപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കും, ആൻഡ്രിയ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആൻഡ്രിയയ്ക്ക് മാതാവുണ്ട്, ആൻഡ്രിയ പ്രാർത്ഥിച്ചാണെങ്കിൽ ആൻഡ്രിയ എക്സാം പാസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ കളിയാക്കുമ്പോഴാണെങ്കിലും എനിക്കൊരു ഓക്കെ, അവർ പറയുമ്പോഴാണെങ്കിലും എനിക്കൊരു വിശ്വാസമാണ്, ഓക്കെ അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവാണ് എന്നെ പാസ്സാക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു, അമ്മേനോട് പറഞ്ഞു, എൻ്റെ അവിടെ ആ സമയത്ത് ക്രാഷിന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ മാതാവാണ് എന്നെ പാസ്സാക്കിയത്, ഞാൻ എക്സാം പാസ്സായി, ഇനി അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതും എനിക്ക് മാതാവ് തന്ന അടുത്തൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു, ഞാൻ തൈലം ഇതാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്കുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങോട്ട് കൃപാസനത്തിൽ വരുന്ന സമയത്താണെങ്കിലും അല്ലാണ്ട് ഞാൻ പുറത്ത് വന്ന ടൈമിലാണെങ്കിലും ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതോടുകൂടി തന്നെ എൻ്റെ വിശ്വാസം കുറച്ചും കൂടെ കൂടാൻ തുടങ്ങി. ലൈക്ക് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളാണെങ്കിലും അതൊക്കെ റിയൽ ആണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു ക്ലാസ്മേറ്റിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇവിടെ ഒന്ന് സൗഖ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിലും സൗഖ്യം നടന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസമായി. ഇപ്പം ഇതിനെപ്പറ്റി എനിക്കറിയാം, കൃപാസനെ പറ്റി ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും കുറേ പേർക്ക് ഇത് ഒരു പുച്ഛമാണ്, ഓക്കെ ഇതൊന്നും റിയൽ അല്ല, ഫേക്ക് ആണെന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കറിയാവുന്നവരുണ്ട്, എന്നെ കളിയാക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്ക് ഇതൊക്കെ തന്നത് മാതാവ് തന്നെയാണ്, ആൻഡ് ഇനി ഞാൻ വിശ്വസിക്കും. അപ്പം അതേപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് മൈഗ്രെയിൻ തലവേദന എടുക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, കാരണം എക്സാംസ് ഒക്കെ ആയി അടുത്തു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ടെൻഷൻ വരുന്നു, ഒന്നും ആയിട്ടില്ല, ഇവർക്കൊക്കെ എന്തൊക്കെയോ അറിയാം, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് വന്ന് ജോയിൻ ചെയ്തത്, അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തലവേദന എടുക്കുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വെച്ചാൽ നിനക്കിപ്പോൾ തലവേദന എടുക്കുന്നില്ലെന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ ശരി എനിക്ക് തലവേദന എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഓക്കെ എനിക്ക് തലവേദന ഇപ്പോൾ ഇല്ല, എനിക്ക് പ്രശ്നം അങ്ങനെ തലവേദന കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി, എനിക്കങ്ങനെ പിന്നെ BP കുറയേ പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട ഒരു ഇതും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിപ്പം കുറേ സാക്ഷ്യങ്ങളിൽ നിന്ന് കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കേൾക്കുന്നതിൻ്റെ ഇതിൽ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവ് എനിക്കും എന്തെങ്കിലും ഒരു സിഗ്നൽ തരണം. എല്ലാവർക്കും മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, ഇങ്ങനെ ഡേറ്റ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്യാൻഡലിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പം എന്തുകൊണ്ട് എനിക്കും തന്നൂടാ, ഞാനും കുറേ പ്രാർത്ഥിക്കുന്നില്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നു പറഞ്ഞാൽ വി ഹാഡ് എ ഫ്രണ്ട്ലി കോൺവെർസേഷൻ. ഇപ്പം ഭയങ്കര അങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള രീതിയിലല്ല ഞാനും മാതാവും സംസാരിക്കാം. അപ്പം ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ അമ്മേനോട് സ്വന്തമായിട്ട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മാതാവിനോട് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും എന്തെങ്കിലും ഒരു സിഗ്നൽ താ മാതാവേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇതുണ്ട് ആൾക്കാരോട് പറയാൻ, എനിക്കും ഇത് എക്സ്പീരിയൻസ് ആയി, അപ്പോൾ എനിക്കൊരു പ്രൂഫ് ഉണ്ടല്ലോ പറയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്റ്റഡി ഹാളിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഞാൻ മേളിലേക്ക് വന്നപ്പം ഞാൻ കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പം സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിൽ തരണം, അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കിട്ടുന്നൊരു പൂ, അപ്പം അന്ന് എനിക്ക് കിട്ടിയത് മുല്ലപ്പൂവായിരുന്നു. അപ്പോൾ ഞാൻ ആ മുല്ലപ്പൂ എടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു പൂ മാതാവിന്, എൻ്റെ റൂമിലൊരു മാതാവിൻ്റെ രൂപമുണ്ട്, അപ്പോൾ ഞാൻ ആ രൂപത്തിലുണ്ടെന്ന് മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ സാക്ഷ്യത്തിൽ മാത്രമേ കേട്ടുള്ളൂ, ഫസ്റ്റ് ടൈം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റിൽ എൻ്റെ ഫ്രണ്ട് കിടക്കുന്നുണ്ടായിരുന്നു റൂമിൽ. അപ്പോൾ ഞാൻ അവളെ തട്ടി എണീപ്പിച്ചു, അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അനശ്വര വന്ന് നോക്ക് റൂമിൽ സ്മെല്ലുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൾക്ക് സ്മെല്ലൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വേഗം ഓടി താഴെയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് സ്മെല്ല് കിട്ടി, മാധവ് എനിക്ക് സിഗ്നൽ തന്നു, നിങ്ങളല്ലേ പറഞ്ഞത് ഫേക്ക് ആയിരുന്നു, ബട്ട് എനിക്ക് ഇത് കിട്ടിയെന്നുള്ളത് ഞാൻ എല്ലാവരോടും എനിക്ക് കരച്ചിലാണോ ചിരിയ എനിക്ക് എന്താ എങ്ങനെയാ ഒരു മൊമെൻ്റ് ഇപ്പോഴും എനിക്ക് പറഞ്ഞു തരേണ്ടത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന്. ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. എനിക്ക് പിന്നെ ഞാൻ റൂമിൽ പോയപ്പോൾ എനിക്കിങ്ങനെ സ്മെല്ല് കിട്ടി. അപ്പം സ്മെല്ല് പോയി. അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന എൻ്റെ വരാന്തയിൽ ഞാൻ ഇരിക്കുക. വരാന്തയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും
അപ്പോൾ ഞാനിങ്ങനെ മാധവൻ്റെ പാട്ട് കുറേ കേൾക്കും, മാധവൻ്റെ പാട്ട് കേൾക്കും, ഈശോ പാട്ട്, ഇങ്ങനെ കുറേ പാട്ടുകൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് എൻ്റെ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചു, ഞാൻ രക്തക്കണ്ണീർക്ക് മാധവൻ്റെ പാട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് കേട്ടാൽ ഞാൻ അപ്പം എനിക്ക് ഇമോഷണൽ ആവും, ഞാൻ പെട്ടെന്ന് കരയും. അപ്പോൾ ഞാൻ അത് കേട്ടിങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും അത് കംപ്ലീറ്റ്ലി ഓപ്പൺ സ്പേസ് ആണ്, എനിക്ക് വീണ്ടും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടി. അപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര സന്തോഷമായി. എനിക്ക് വീണ്ടും മാധവ് സിഗ്നൽ തന്നു. അത് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ് ആയിരുന്നു, എനിക്ക് മാത്രം കിട്ടുള്ളൂ, എൻ്റെ ഫ്രണ്ടിന് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് വീണ്ടും അവിടെ വെച്ച് വീണ്ടും എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി മാധവ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അപ്പം തൊട്ട് എൻ്റെ ലൈഫിൽ അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും കുളിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പോഴാണെങ്കിലും എനിക്കറിയാം ഞാൻ സാക്ഷ്യം പറയും. കാരണം എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ എന്തായാലും വന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയും എനിക്ക് മാധവ് എൻ്റെ ലൈഫിൽ ഈ ഒരു എക്സ്പീരിയൻസ് തന്നു, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത്. മേ ബി അന്ന് തൊട്ട് ഞാൻ എൻ്റെ ലൈഫിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓക്കെ അന്ന് തൊട്ട് എനിക്ക് ലൈഫിലുണ്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം പോലെ ഞാൻ കണ്ണാടി നോക്കി പറയും. അപ്പോൾ എനിക്കിനി വേറെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ പറയും എനിക്ക് മാധവ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അങ്ങനെ ഞാൻ IMUCT എക്സാം എഴുതാൻ വേണ്ടി പോവുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി, ഒന്നും അറിയത്തില്ല എന്താ എഴുതേണ്ടതെന്ന്. ഞങ്ങൾ അവസാന നിമിഷം നോക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. എക്സാം ഹോളിൽ കയറി, എക്സാം ഹോളിൽ പോകുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. എക്സാം ഹോളിൽ കയറുന്നതിനൊക്കെ മുമ്പ് എല്ലാവരും ഇങ്ങനെ പേപ്പറൊക്കെ മറിച്ച് ഇക്വേഷൻസ് നോക്കുന്നു, അത് നോക്കുന്നു. എനിക്കങ്ങനെ ഒന്നും നോക്കാൻ എനിക്കെന്താ എൻ്റെ തലയിലൊന്നും കയറുന്നില്ല. ഞാൻ അപ്പോഴും ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനേൻ്റെ ബുക്ക് തുറന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും തൈലൊക്കെ തേച്ച് കൊടുത്തു, ഉപ്പ് കൊടുത്തു. ഞാൻ ഇങ്ങനെ പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് കയറണം. ഞാൻ കയറിയത് പെന്ന്, എൻ്റെ കാശ് രൂപം, ഉപ്പും കൊണ്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മാധവ് എനിക്കൊരു സിഗ്നൽ താ, എനിക്ക് മാധവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കയറിയപ്പം മഴ പെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് മാധവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മഴ പെയ്യണം, ഞാൻ എക്സാം എഴുതുന്ന സമയം വരെ എനിക്ക് മഴ പെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് അതും മാധവ് എനിക്ക് സാധിച്ചു തന്നു. ഞാൻ എക്സാം എഴുതുന്ന ടൈം മുഴുവനും മഴ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ നിന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. അപ്പോഴും എനിക്കൊരു ഇതുണ്ടായിരുന്നു, കാരണം മാധവ് എനിക്ക് സിഗ്നൽ തന്നു എനിക്ക് എക്സാം പാസ്സാവും. കാരണം എനിക്ക് അപ്പോഴും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല, എൻ്റെ ഒരു 100% ഇട്ടിട്ടില്ല. അവിടെയും എൻ്റെ മെറിറ്റല്ല, മാധവിൻ്റെ ഗ്രേസാണ് അവിടെ പ്രവർത്തിച്ചത്. എക്സാം എഴുതി കഴിഞ്ഞു, ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു. കുറച്ച് നാൾ ഹോസ്റ്റലുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പറഞ്ഞു ഓക്കെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ഞങ്ങൾ എല്ലാ ദിവസം ഇങ്ങനെ തമാശക്കേണ്ടി പറയാം റിസൾട്ട് വന്നു, നീ പാസ്സായി തോറ്റു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു ആൻഡ്രി നീ പാസ്സായിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പോയി ചുമ്മാ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഞാൻ ശരിക്കും പാസ്സായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും തോറ്റു. അപ്പോൾ എനിക്ക് അതൊരു വിഷമമായി, കാരണം എൻ്റെ ഫ്രണ്ട്സ് തോറ്റു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പാസ്സായി. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു ഞങ്ങളാരും പറഞ്ഞില്ല ആൻഡ്രയെ കിട്ടും, ആൻഡ്രയ്ക്ക് മാതാവുണ്ട്, ആൻഡ്രയെ പ്രാർത്ഥിച്ചു ആൻഡ്രയ്ക്ക് കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഈ റിപ്പീറ്റ് ചെയ്ത സമയത്താണെങ്കിലും എന്നോട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും എന്താ ചെയ്യുന്ന ആൻഡ്രിയ. അപ്പോഴും എനിക്ക് പറയാനൊരു മടിയാണ്, ഇതിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ നേവിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ. ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ആൻഡ്രിയ നാലോചിച്ച് നോക്കാൻ തുടങ്ങി, നീ പറയണ്ട, ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ ഓക്കെ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി, ഇന്ന കോഴ്സാന്ന് പറയണ്ടെന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്, കാരണം ഞാനിതാ പഠിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കോഴ്സാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു. അതെനിക്ക് ശരിക്കും മാതാവ് തന്നതാ. അങ്ങനെ എക്സാം എഴുതി ഞാൻ പാസ്സായി. അടുത്തത് ഞാൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ എൻ്റെ ലോണിൻ്റെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതും അല്ല മാതാവ്. അപ്പം ലോണിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ അമ്മ പോകുന്നുണ്ടെങ്കിലും ഉപ്പെല്ലാം അവിടെ കൊണ്ടുപോയി ബാങ്കിലൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ അമ്മ പ്രാർത്ഥിക്കാറ്. അങ്ങനെ എനിക്ക് ലോണെല്ലാം സാങ്ഷനായി. എല്ലാം ഒരു ഇതും കൂടാതെ മാതാവ് എനിക്കെല്ലാം സാധിച്ചു തന്നു. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് അപ്പം എനിക്കറിയാം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് അറിയാം. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയും ഓക്കെ എനിക്കിങ്ങനെ ഉണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ആർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട്. അടുത്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങൾ എനിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു, പത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ എല്ലാവർക്കും. പക്ഷേ ഞാൻ സ്വയം എളിമപ്പെട്ട് ഞാൻ ആദ്യം ഒന്നും അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ കൊടുക്കാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻസിൽ, ബസ് സ്റ്റാൻഡ്സിൽ, എൻ്റെ കുട്ടികളുടെ ഇടയ്ക്കാണെങ്കിലും എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കാൻ തുടങ്ങി. വിശ്വാസപ്രമാണം ചൊല്ലി കൊടുക്കും. നമുക്ക് റിജക്ഷൻസ് കിട്ടും. എല്ലാവരും പറയും എനിക്ക് വേണ്ട. ഇപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ പുച്ഛിച്ചിങ്ങനെ നോക്കും, ഈ കൊച്ചിന് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിയില്ല അല്ലെങ്കിൽ ബോധമില്ല എന്നുള്ള രീതിയിൽ എനിക്ക് പലതവണ അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മാതാവിനെ പ്രതി അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുവാണ്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ സ്വയം അത്രയും താന്നിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു. അത് ചെയ്തതുകൊണ്ടാണ് മേ ബി ഇത്രയും റിസൾട്ട്സ് എനിക്ക് കിട്ടി തുടങ്ങിയത്. സ്വയം താന്ന് ഞാൻ അത്രയും ഇത് ചെയ്തതുകൊണ്ട് എനിക്കങ്ങനെ കിട്ടിയത്. അതേപോലെ തന്നെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ പോവും, രോഗികളെ കാണും, അവർക്കൊക്കെ വേണ്ടിയിട്ട് തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കും, അവരോടൊക്കെ ഞാൻ കൃപാസനത്തിനെ പറ്റി പറയും. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുഡ്
ഇതൊക്കെ ഞാൻ പോകുമ്പോഴാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ പോകാറ്. ഞാൻ ഒറ്റയ്ക്കല്ല പോകാറ്, അവരെയും കൂടെ ഞാൻ കൊണ്ടുപോകാറ്. അവർക്കും അറിയണം എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ അങ്ങനെ തേക്കിങ്ങാട് മൈതാനത്തിൽ കുറേ പേര് ഇങ്ങനെ ഇരിക്കാറുണ്ട്. സോ അവർക്കൊക്കെ പോയിട്ട് ഞാൻ ഫുഡ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. സോ അവിടെ ആണെങ്കിലും പോകുമ്പോഴാണെങ്കിലും, ഇപ്പം ഞാൻ ഡോക്ടർ കാണാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ കുറേ പേര് രോഗികളുണ്ടാവും. സോ ഞാൻ അവർക്കും കൊണ്ടിട്ടാണെങ്കിലും പത്രങ്ങൾ കൊടുക്കാറുണ്ട്. കുറേ പേരൊന്ന് ചോദിക്കും, കൃപാസന എന്താണ് മോളെ, എന്താ അവിടെ ശരിക്കും ഉള്ളതെന്ന്. അപ്പോൾ എനിക്കും കുറേ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ, ഇപ്പം എൻ്റെ മുമ്പിൽ ഒരാൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന്, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ യൂണിഫോമിൽ തന്നെ ഫുൾ യൂണിഫോമിൽ വന്ന് പറയുമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഫുൾ യൂണിഫോമിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായിട്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുമായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കുർബാനയിൽ പങ്കുചേരാൻ വേണ്ടി പറ്റി. കുറച്ചും കൂടെ ഒരു ഇപ്പോൾ ഓരോ പ്രാർത്ഥനയാണെങ്കിലും പാട്ടാണെങ്കിലും ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവാൻ തുടങ്ങി. എനിക്ക് ലൈക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് എനിക്ക് കുർബാന കാണാൻ വേണ്ടി എനിക്ക് പറ്റി, അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റി. കുമ്പസാരാണെങ്കിലും ഞാൻ ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും എനിക്ക് അങ്ങനെ എല്ലാ ദിവസവും കുർബാന കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ എല്ലാ ഞായറാഴ്ച ആണെങ്കിലും എനിക്ക് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോയി കുർബാന കാണാറുണ്ട്. ഞാൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും പോയി കുമ്പസാരിക്കാറുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പം ഞാൻ പോയി കുമ്പസാരിക്കാറുണ്ട്. പിന്നെ എനിക്കൊന്ന് ആത്മീയമായ മാറ്റങ്ങൾ, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കുന്നൊരു വ്യക്തിയായിരുന്നില്ല. ബൈബിൾ വായിക്കാൻ തുടങ്ങി, പിന്നെ വചനങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ മെയിനായിട്ടും അച്ഛൻ്റെ ടോക്സ് കേൾക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ വേണ്ടി തുടങ്ങി. ഇതേപോലെ തന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കരമായി വന്ന മാറ്റം. ഇപ്പം അത് ഞാൻ സിനിമ കാണാൻ ഉപയോഗിച്ച ടൈമായിരുന്നു, അല്ലെങ്കിൽ വേറെ പല റീൽസ് കാണുന്ന സമയമായിരുന്നു. ബട്ട് അതൊക്കെ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ എഫക്റ്റീവായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി, കൊന്ത ചെല്ലാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനം 32:8 നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകുകയും ശരിയായ വഴി കാണിച്ചു തരികയും സ്നേഹത്തോടെ നമ്മെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ അരികിലാണ് നാം സന്നിധിയിലായിരിക്കുന്നത്. നമ്മെ പഠിപ്പിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ശരിയായ പാത വെളിപ്പെടുത്തി തരികയും ചെയ്യുന്ന പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി സാക്ഷ്യം പങ്കുവച്ച ആൻഡ്രിയ എന്ന മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും അടുത്തറിഞ്ഞ ഈ മകളുടെ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത്. ഈശോയും അമ്മയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ആഴത്തിൽ അടുത്തറിയുന്നു, നമ്മളെ മനസ്സിലാക്കുന്നു. സ്നേഹത്തോടെയും കൃപയോടെയും നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നതാണ്. ഈ മകളുടെ ജീവിതത്തിൽ അമ്മയാണ് ഈ മകളെ ഉടമ്പടി ജീവിതത്തിലേക്ക് നയിച്ചത്. ആദ്യമൊക്കെ കൊച്ചു പിള്ളേരാണ്, +2 ഉടമ്പടി എടുത്തിട്ടില്ല. അന്നു മുതൽ ഈശോയോടും മാതാവോടും ചേർന്ന് നിന്ന് അമ്മയുടെ കൂടെ ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി നേർച്ച വസ്തുക്കളുമെല്ലാം ഉപയോഗിച്ച് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്തു വരികയായിരുന്നു. അമ്മയും മകളും കുടുംബത്തിലെല്ലാവരും ഒന്നു ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഈശോയുടെ അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മകൾ ഇന്നിവിടെ വന്നപ്പോൾ പറഞ്ഞ സാക്ഷ്യങ്ങൾ സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് 2. മൈഗ്രെയിൻ്റെയും ബാക്ക് പെയിൻ്റെയും രോഗസൗഖ്യം കിട്ടിയ കാര്യമാണ്. ഈ മകൾ ഒത്തിരി വിഷമിച്ചിരുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അവസാനം ഉടമ്പടി എടുത്ത ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഉപയോഗിച്ചാണ് ഈ മകൾ പിന്നീടുള്ള സമയം ഉപയോഗിച്ചത്. ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തി ഈശോയും അമ്മയും കൂടെ നിന്ന് ഈ മകളെ സൗഖ്യപ്പെടുത്തുകയാണ്. മാതാവിൻ്റെ സാന്നിധ്യം അറിഞ്ഞത് അമ്മയുടെ ഒരു നല്ല ഫ്രേഗ്രൻസ്, അമ്മയുടെ ആ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കാൻ ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെൽ ഫ്രേഗ്രൻസിലൂടെയാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അമ്മയുടെ അടയാളങ്ങൾ പല രീതിയിലും പല പ്രാവശ്യവും ഈ മകളുടെ ജീവിതത്തിൽ ഈ മകൾക്ക് അമ്മ സാന്നിധ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഓരോ എക്സാമിന് പോകുമ്പോഴും
വിശുദ്ധ വസ്തുക്കളായ തൈലവും ഉപ്പും സ്വന്തം അമ്മ പഠിപ്പിച്ചു കൊടുത്തു ഈ മകളെ. ഈ മകൾ അത് കരുതിയാണ് കൊണ്ടുപോയത്. ഉപ്പും തേനും കാശുരൂപം ഒരിക്കലും താഴെ വെച്ചിട്ടില്ല. ഇതെല്ലാം ഉപയോഗിച്ചാണ് ഈ മകൾ ഓരോ പരീക്ഷയും ഈവൻ ലൈസൻസിന് പോയപ്പോഴും പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോഴും, പ്രത്യേകിച്ച് ഉടമ്പടി മക്കൾ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ, പത്രം കൊടുത്തപ്പോൾ പലരും പല രീതിയിലാണ് റിയാക്ട് ചെയ്തത്. എങ്കിലും അച്ഛൻ പലപ്പോഴും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പലപ്പോഴും പറയും, നിങ്ങൾ വിശേഷ വിധിയായിട്ട് എന്താ ചെയ്തതെന്ന്. ഈ മകൾ വിശേഷ വിധിയായിട്ട് പത്രങ്ങൾ കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും പലരും പലത് പറയുമെങ്കിലും അതെല്ലാം നല്ല പോസിറ്റീവായിട്ട് സ്വീകരിച്ച് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കുകയായിരുന്നു ഈ മകൾ. നമ്മുടെ ജീവിതത്തിലും ജീവിതയാത്രയിൽ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ മകൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മെർച്ചൻ്റ് നേവിയിൽ ഒരു ട്രെയിനി ആയിട്ടാണ്. അത് ഈശോയുടെ അമ്മയുടെയും ഒരനുഗ്രഹമായിട്ടാണ് ഈ മകൾ കണക്കാക്കുന്നത്. സ്വന്തം മെറിറ്റിലല്ല, ഈശോയുടെ കൃപയിലാണ് ഈ മകൾ വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത്. യെസ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഉടമ്പടിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതാണ് ഈ മകളുടെ ജീവിതത്തിൽ നമ്മൾ സാക്ഷ്യമായി കേട്ടതും. സ്വന്തം മെറിറ്റിലല്ല, ഈശോയിലും അമ്മയിലും മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ഒരു നല്ലൊരു ഉടമ്പടി ജീവിതത്തെ നയിച്ചപ്പോൾ മാത്രമാണ് ഈ മകൾ ഇന്ന് നമ്മുടെ മുന്നിൽ സ്വന്തം യൂണിഫോം ഇട്ട് സാക്ഷി പറഞ്ഞേക്കാമെന്ന് ഈ മകൾ നേർന്നിരുന്നു. അതുകൊണ്ടാണ് യൂണിഫോമായിട്ട് ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ വീട്ടുകാർ പോലും കണ്ടിട്ടില്ല. ഇവിടെ അമ്മ പരിശുദ്ധ അമ്മയെ കാണിച്ചിട്ട് വേണം എനിക്ക് വീട്ടിൽ ചെന്ന് ഇതിൽ കൂടെ ആയിരിക്കും എൻ്റെ വീട്ടുകാരെ എന്നെ ഡ്രസ്സിൽ കാണുന്നതെന്നാണ് ഈ മകൾ പറഞ്ഞത്. ആ മകളുടെ വാക്ക് പാലിക്കാനാണ് ഇന്ന് ഈ മകൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത്. ഈ മകൾക്കും കുടുംബത്തിൽ നമുക്കും നമ്മുടെ ജീവിതത്തിലും കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടു കൂടി ഉടമ്പടി ജീവിതത്തിൽ ഈശോയെ പ്രകൃതിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി യാത്ര തുടരാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ആൻഡ്രിയയ്ക്കും കുടുംബത്തിനും ഇവരുടെ കുടുംബത്തിൽ ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ മെർച്ചൻ്റ് നേവിയിലുള്ള ട്രെയിനിങ്ങിലുള്ള ആ അവസരം ലഭിച്ചതിനും കൂടെ നിന്ന് എല്ലാ സൗഖ്യം ലഭിച്ചതിനും നമ്മൾക്ക് എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹിന്ദു സിബി എന്നാണ് ഞാൻ, കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ ആലയത്തിൽ വന്ന് കുമ്പിട്ടതിന് പ്രകാരം എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ പ്രതി ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു. ഞാൻ 2024 ജനുവരി മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത്. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഉടമ്പടി എടുത്തു, വീട്ടിൽ പോയി എന്നും മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെ പുതുക്കുന്നതിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ബൈബിൾ വായിക്കുന്നു, തീരുന്നിടം വരെ 2 നേരവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോക്ക് എന്നും പനിയാണ്. എന്നാണെന്നറിയത്തില്ല. ഞങ്ങൾ അടുത്തുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ട് നടന്നിട്ടൊന്നും കുറയുന്നില്ല. അവർ എല്ലാം ചെക്ക് ചെയ്തിട്ടെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ലെന്ന് പറയും. വീട്ടിൽ വരും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി. അങ്ങനെയായി ഞങ്ങളിങ്ങനെ മടുത്തു. ഒരു 5-6 മാസം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒന്ന് കാണിച്ച് നോക്കി, ഇനി എന്നാണെന്നറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് പ്രകാരം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ കിടന്നു അവർ ഇതുപോലെ എല്ലാം ചെക്ക് ചെയ്തു. ഇതുപോലെ പനി, ഇപ്പോഴത്തെ കാലത്തെ പനി എന്നാന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോഴും അവിടെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അന്നേരം ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ 8 ദിവസം കിടക്കാണ്ട് വന്ന് അന്നേരം ഞാൻ ഓർത്ത് ഇതെന്നാ ഇങ്ങനെ മാറാത്തത് എന്ന് പറയുന്നു. അന്നേരം ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ ഞാനിനി പുതുക്കാൻ വന്നിട്ടില്ല, അതുകൊണ്ടാണോ എന്നറിയത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞ്, അമ്മേ ഞാൻ ഈ കൊച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിക്കോളാവേ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ ഇവിടെ സ്ഥിരം വരുന്നതാണ്. ആ ചേട്ടൻ്റെ കൂടെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു പനിയോ പ്രശ്നങ്ങളോ അവർക്ക് ഉണ്ടായിട്ടില്ല. അത് അമ്മയുടെ അനുഗ്രഹത്താലാണ് ആ പനി മാറിക്കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൊച്ച് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനെപ്പറ്റി അവൾ പറയുവേ.
എൻ്റെ പേര് അതുല്യ. ഞാൻ +2 കഴിഞ്ഞാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. 6 മാസത്തെ കോഴ്സായിരുന്നു. അപ്പം 6 മാസം കൊണ്ട് ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇഷ്ടംപോലെ സ്ഥലത്ത് ഡേറ്റ് എടുത്തു. ആദ്യം ഡേറ്റ് എടുത്തു, എക്സാം എഴുതി കിട്ടിയില്ല. അന്നേരം അമ്മയെപ്പോലെ തന്നെ ഞാനും ഉടമ്പടിയിലായിരുന്നു. ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അമ്മയായിരുന്നു ഉടമ്പടിയെല്ലാം എടുത്ത്. പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അച്ഛൻ്റെ പ്രസംഗം കേൾക്കും, രാവിലത്തെ ഡെയിലി ബ്രെഡ് കേൾക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയില്ല, എക്സാം എഴുതി കിട്ടിയില്ല. പിന്നെയും ഡേറ്റ് എടുത്തു, കിട്ടിയില്ല. അങ്ങനെ അമ്മ പറഞ്ഞു, എന്നാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും, എന്നാൽ നമുക്ക് ഒന്നും കൂടെ ഉടമ്പടി ഞാനായിട്ട് എടുക്കാം, അപ്പം ഒന്നും കൂടെ ഉടമ്പടി എടുത്ത് പുതുക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നു, ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് നമുക്ക് ജർമ്മൻ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എക്സാം ഒരു തവണ എഴുതിയാലൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ 2 എടുത്ത്, എനിക്കൊരു പേടിയായിട്ട് ഞാൻ 2 എടുത്ത് ഡേറ്റ് എടുത്തു. അന്നേരം അമ്മ പറയുന്നുണ്ടായിരുന്നു, വേണ്ട, ഒരിടത്ത് എടുത്താൽ മതി, നീ എന്താണേലും പാസ്സാവും, ഒരിടത്ത് എടുത്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മ, എന്നാലും എനിക്കൊരു ഉറപ്പില്ല അമ്മ, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ 2 എക്സാമിന് ഡേറ്റ് എടുത്തു. ചെന്നൈയിലും ബാംഗ്ലൂരിലും ആയിരുന്നു ഇങ്ങനെ എടുത്ത്, ഫുൾ മൊഡ്യൂൾ വെച്ച് എടുത്തു. ചെന്നൈയിലെ എക്സാം കുറച്ച് പാടായിരുന്നു. ഞാൻ അന്നേരം എക്സാമിന് കയറിയപ്പോൾ ആണെങ്കിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, പിന്നെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി, നമുക്കിവിടുന്ന് കിട്ടിയ കാശ് രൂപമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ എക്സാം എഴുതാർക്ക് അറിയായിരിക്കും, നമുക്ക് ഭയങ്കര ക്യാമറ കാര്യങ്ങൾ, സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്, ഒന്നും അകത്തോട്ട് കയറ്റാൻ വേണ്ടി പറ്റില്ല, അവരെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും കയറ്റി വിടുന്നത്. അപ്പം ഉപ്പ് ഞാൻ പോക്കറ്റിൽ വിതറിയിട്ടാണ് പോയത്. അപ്പം ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഉപ്പ് ചെറുതായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഞാനിങ്ങനെ തൂത്തു. ഞാൻ എക്സാം എഴുതി എനിക്ക് പാടായിരുന്നു, എന്നാലും എനിക്ക് പാടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മേ ഇവിടുത്തെ പോയാലും കുഴപ്പമില്ല, ഞാനത് കഴിഞ്ഞ് ബാംഗ്ലൂർ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്, അവിടുത്തെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എക്സാം എഴുതിയവർക്കറിയാം, ചെന്നൈയിലെ എക്സാമിന് റിസൾട്ട് വരുന്നത് ഏകദേശം ഒരു 10-15 ദിവസം എന്താണെങ്കിലും എടുക്കും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്തൊക്കെ ബാംഗ്ലൂർ എക്സാം എടുത്തു, പോയി എഴുതി. എനിക്ക് അവിടുത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. എക്സാം എടുത്ത് കഴിഞ്ഞ് 2-3 ദിവസത്തിന് റിസൾട്ട് വന്നു. ഞാൻ ഫുൾ മൊഡ്യൂളും പാസ്സായി. ഞാൻ എടുത്ത ഫുൾ മൊഡ്യൂളും പാസ്സായി. അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേയും വന്നു. ഞാൻ ഫുൾ മൊഡ്യൂൾ അവിടെ നിന്നും പാസ്സായി. ഞങ്ങളുടെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 4 മാസം മുമ്പ് അതിന് എഴുതിയായിരുന്നു. ഞാൻ 4 മാസം മുമ്പ് എഴുതിയിട്ട് ഒന്നും ജയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചാനും വന്നു, വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ എഴുതിയപ്പോൾ എനിക്ക് എക്സാം 4 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും എനിക്കൊന്നും പാസ്സായില്ല. ഇവിടെ വന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു ഞാൻ പോയി. എനിക്ക് 2 പാസ്സായി. അത് എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് ഒരു 6 മാസം മുന്നേ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിൻ്റെ സമയത്ത് തന്നെയാണ് ഈ പാസ്പോർട്ടും കാണാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഞാൻ അത് വീട്ടിൽ പറഞ്ഞില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് മാതാവ് എങ്ങനെയാണെങ്കിലും കൊടുത്തരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഈ മനോരമയിൽ പരസ്യം കൊടുക്കും, അങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ട ഒരിതുണ്ടായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, മാതാവ് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടുത്തുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന്, എനിക്ക് എങ്ങും പോവേണ്ടി വന്നില്ല, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു അമ്മ. എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കും. എറണാകുളത്ത് ഞാനൊരു ക്ലാസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ കയറണമെങ്കിലൊക്കെ നമുക്ക് പാസ്പോർട്ട് വെച്ച് കാണിച്ചിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി. ഞാൻ വീട്ടിൽ വന്നൊന്നും പറഞ്ഞില്ല അമ്മയോട്. എനിക്ക് പേടിയായിരുന്നു, കാരണം പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓർത്ത് ദൈവമേ എങ്ങനെയും ആരെങ്കിലും കിട്ടുമായിരിക്കും. ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടോ, ആരും ഒന്നും തന്നില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇട്ട് ചോദിക്കുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടുത്ത് ഇരിപ്പുണ്ട്. ആരാ എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെയായിട്ടും എനിക്കറിയില്ല. നമ്പർ എവിടെ നിന്ന് കിട്ടിയത് പോലും എനിക്കറിയില്ല. എൻ്റെ അഡ്രസ്സ് മാത്രമേ എൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, നമ്പർ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ വിളിച്ച് എൻ്റെ ആ കൊച്ചു കൊണ്ട് തന്നു. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനാണ്, പുള്ളി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ടും ഭർത്താവുമായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീട് ഹൈ റേഞ്ചിലാണ്. ഞങ്ങളിപ്പോൾ പിള്ളേരുടെ ആവശ്യത്തിനായിട്ട് കോട്ടയത്താണ് താമസിക്കുന്നത്. ഹൈ റേഞ്ച് വാഗമണ്ണിലാണ് ഞങ്ങൾ എന്നെ കെട്ടിച്ച് അയച്ചേക്കുന്നത്. ഞങ്ങളിപ്പം പാമ്പാടിലാണ് താമസിക്കുന്നത്. അവിടെ കുന്നിൻ്റെ മണ്ടയിലാണ്, സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞാലും വഴിയില്ല, വെള്ളമില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വീടുള്ള സ്ഥലത്ത്.
ഞാൻ എന്നും ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ ദൈവമേ എനിക്ക് വഴിയരികിൽ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് എനിക്കൊരു വീട് വെക്കാൻ സാധിക്കണേ എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല. പിള്ളേരും കുഞ്ഞുങ്ങളാണ്, എനിക്കും പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത്, ഞാൻ 3ാമത് ഉടമ്പടി എടുത്തപ്പം എനിക്ക് 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അത് ഞാൻ അവിടെ വീട് വെച്ചിട്ട് വന്നിട്ട് ഞാൻ സാക്ഷി ഇവിടെ വന്ന് പറയുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറയാൻ, ഞങ്ങൾ ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അന്നേരം അതിലെല്ലാവരും ആൾക്കാരെല്ലാം വന്ന് സഹായം ചോദിക്കുന്നതാണ്. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പം അതിൽ നിന്നും ഒരു തുക പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അനാഥാലയത്തിൽ ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും രാവിലെ കേൾക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കേൾക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിള് എന്നും അരമണിക്കൂർ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ സമയം അമ്മയോട് പ്രാർത്ഥിച്ച് സമയം പോകുന്നത് പോലും അറിയത്തില്ല. പിള്ളേരെന്നാലും വഴക്ക് പറയും, അമ്മയെ സമയം ഒത്തിരി എഴുന്നേരെന്ന് പറയുമ്പോഴാണ് ഞാൻ സമയം ഒത്തിരി ആയല്ലോ എന്ന് പോലും അറിയുന്നത്. അമ്മയോട് നമുക്ക് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ തീരുകലാത്ത പോലെ കാര്യങ്ങൾ ഞാൻ വൈകിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ എൻ്റെ കുടുംബവും നിലനിന്ന് പോകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതാവസാനം വരെ അമ്മയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കിയാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 90:14. നാം ദൈവത്തെ സ്നേഹത്തോടെ പിടിച്ചു നിൽക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവനാമത്തെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെയാണ്. നമ്മളെ ഉയർത്തും, നമ്മളെ രക്ഷിക്കും, നമ്മളെ സംരക്ഷിക്കും. ഈശോയും അമ്മയും കൂടെ നിന്ന് സംരക്ഷിക്കുന്ന, ഉയർത്തുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ബിന്ദു സിബി എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്നപ്പോൾ ഒരു മകൾ സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും അമ്മയുടെയും ഈശോയുടെയും കരങ്ങളിലേക്ക് ഈ കുടുംബം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. 4 പ്രാവശ്യം ജർമ്മൻ പരീക്ഷ എഴുതിയിട്ടും പാസ്സാകഞ്ഞപ്പോൾ മോളിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് വീണ്ടും പരീക്ഷ എഴുതി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലെ ത്യാഗപൂർണമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ഉള്ള ഒരു അനുഗ്രഹമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ആ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി മേടിച്ച് പോയി പരീക്ഷ എഴുതിയപ്പോഴാണ് ഈ മകൾ പിന്നീട് ജർമ്മൻ പരീക്ഷ പാസ്സാകാൻ സാധിച്ചത്. പിന്നീട് പാസ്പോർട്ട് കാണാതെ പോയപ്പോൾ ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം സാക്ഷ്യം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചു. 6 മാസം ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടുവാനായിട്ട് കാത്തിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മ ഒരു വഴി കാണിച്ചു കൊടുത്തു. ഉടമ്പടി ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് പുതിയ വഴികൾ നമ്മൾ ഓർക്കുക പോലും ചെയ്യാത്ത, നമ്മൾക്ക് ഇമാജിൻ, അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളാണ് ഈശോയും അമ്മയും നമുക്ക് തുറന്നു തരുന്നത്. എവിടെ നിന്നോ ഏതോ ഒരു വ്യക്തി ഈ മകളുടെ ഫോൺ നമ്പർ ലഭിക്കുകയും പാസ്പോർട്ട് ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുകയുമാണ് ചെയ്തത്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകുന്നത്. അമ്മ കൂടെ വന്ന് നമ്മുടെ ഏതോ വ്യക്തികളിൽ കൂടെയാണ് അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മകൾ പറയുന്നത് 6 മാസം ഞാൻ കാത്തിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പെട്ടെന്ന് ഉടമ്പടി എടുത്ത ഉടനെ എനിക്ക് ആ പാസ്പോർട്ട് തിരിച്ചു നൽകിയെന്നാണ്. ഇത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രമേ കാണാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു കാര്യമാണ് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ അനുഗ്രഹവും. പിന്നീട് വന്നത് 20 വർഷക്കാലം ഇവർ ഒരു സ്ഥലത്തിന് വേണ്ടി നോക്കിയിരുന്നെന്നാണ് പറഞ്ഞിരുന്നത്. ഹൈ റേഞ്ചിൽ വഴിയും സ്ഥലവും ഒരു സൗകര്യവുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇവർ കഴിഞ്ഞിരുന്നത്.
ഒരു സ്ഥലം നോക്കി 20 വർഷത്തോളം കാത്തിരുന്നു. ഉടമ്പടി പുതുക്കുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഒരു സ്ഥലം കണ്ട് ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഊട്ടി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്കൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങുവാൻ സാധിച്ചത്. ദൈവത്തോട് ചേർന്ന് നിന്ന് ആത്മാർത്ഥമായ ബന്ധം, പൂർണ്ണമായ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോ നമ്മെ ഉയർത്തുന്നതും നമ്മുടെ കൂടെ നിൽക്കുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ഈശോയുടെ അമ്മയോടും ചേർന്ന് ജീവിതം നയിക്കാം. പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ സംരക്ഷണവും ഉയർത്തലും നമ്മുടെ ജീവിതത്തിലും കാണുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബിന്ദു സിബിയുടെ കുടുംബത്തിനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം.